Yes. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. വെൽക്കം സ്പീച്ച് ആരാ പറയുന്നത്? രാധാകൃഷ്ണേട്ട പറഞ്ഞോളൂ. ഓക്കെ, പറഞ്ഞോളൂ. 958 സെഷനാണ്. ജേക്കബ് ഓക്കെ കോച്ചേരി സാറാണ് ട്രെയിനർ. പിന്നൊക്കെ നമ്മള് സ്ഥിരം കഥാപാത്രങ്ങൾ തന്നെയാണ്. കഥാപാത്രങ്ങൾ തന്നെ. അപ്പൊ അതെ. സാറ് ഒരു ഫിലിം ആർട്ടിസ്റ്റ് കൂടിയാണെന്ന് കേട്ടപ്പോ കുറച്ചുകൂടെ നമുക്ക് സന്തോഷായി. രാധാകൃഷ്ണൻ സാർ, ഗുഡ് മോർണിംഗ്. മനോജ് സാർ. സാറേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുഖവും സന്തോഷവും സമാധാനവും സംതൃപ്തി എല്ലാം ഉടനീളം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു. ഇന്ന് 958 ദിവസം കോഫി ടോക്ക് എന്ന ഈ മഹത് പ്രസ്ഥാനത്തിന്റെ ജൈത്രയാത്ര തുടങ്ങുകയാണ്. അല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1000 ദിവസത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഇതിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷം. ഇതിന്റെ ഈ ജൈത്രയാത്ര അനുസയം മുന്നോട്ട് നീങ്ങട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. കാരണം ഓരോ ദിവസവും നമുക്ക് വ്യത്യസ്തമായ അറിവുകൾ നൽകിക്കൊണ്ട് ആണ് ഈ കോഫി ടോക്കിന്റെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ കയറിയപ്പം ലീഡർഷിപ്പിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ലീഡർഷിപ്പിനെ കുറിച്ചുള്ള അറിവുകളായിരുന്നു ഇന്നലെ. അതുപോലെ ഓരോ ദിവസവും വ്യത്യസ്തമായ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് ട്രെയിനിങ് എടുക്കാനെത്തിയിരിക്കുന്നത് നമ്മുടെ JFM ജേക്കബ് കോച്ചേരി സാറാണ്. സാർ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ഫിലിം ആർട്ടിസ്റ്റ് കൂടിയാണെന്നാണ് ഇത് വായിച്ചു മനസ്സിലായി. നമുക്ക് മുൻ പരിചയമില്ല എങ്കിൽ പോലും ഇന്നത്തെ സാർ എന്താണ് നമ്മളോട് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. പേഴ്സണൽ എനിക്ക് തോന്നുന്നു പിന്നെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് തോന്നുന്നു. പേഴ്സണൽ എനിക്ക് മനസ്സിലായത് റെസ്പോൺസിബിൾ പാരന്റിങ് എന്നാണ് ടോപ്പിക് കണ്ടത്. എന്തായാലും അത് നല്ലൊരു മാറ്റർ ആയിരിക്കും. സാറ് നല്ലൊരു ട്രെയിനിങ് നമുക്ക് പ്രതീക്ഷിക്കുന്നു സാറിൽ നിന്നും. ഇന്നത്തെ ചെയർമാൻ, നമുക്ക് സാറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും 100 നാവാണ്. ഇന്നത്തെ ചെയർമാൻ ശ്രീ മനോജ് കുന്നത്ത് സാറിനെ ഞാൻ ഈ ഫ്ലോറിലേക്ക് ഇന്നത്തെ ദിവസം ചെയർ ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ട്രെയിനറായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ജേക്കബ് കോച്ചേരി സാറിനെ വളരെ ബഹുമാന പുരസ്സരം ഈ ഫ്ലോറിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഈ നിരന്തരം ഈ കോഫി ടോക്കിനെ വളരെ ശ്രദ്ധാപൂർവം ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് ഇതിനെ മുന്നോട്ട് നയിക്കുന്ന ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഷാം മൈദർ സാർ ആൻഡ് ശ്രീജിത്ത് ചിറക്കൽ സാർ ആൻഡ് രേഖ PK മേം, മുജീബ് വെസ്റ്റൻ സാർ, ഇവരെയും ഞാൻ ഈ ദിവസം വളരെ സ്നേഹപൂർവം ഈ ഫ്ലോറിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ യെല്ലോ പ്രസിഡന്റുമാരായിട്ടുള്ള ജിനി സംസൻ മാഡം ആൻഡ് നമ്മുടെ നിധിൻ നാരായൺ സാർ, ഈ രണ്ടുപേരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്മാൻ സൈനുദ്ദീൻ സാർ, മറ്റു ഈ ഫ്ലോറിൽ ഇന്ന് ഈ പ്രോഗ്രാം ഈ ട്രെയിനിങ് ശ്രവിക്കുന്നതിനും കേൾക്കുന്നതിനും കാണുന്നതിനുമായി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മെമ്പേഴ്സിനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട്, ഇനി ആരെങ്കിലും വിട്ടുപോയി ക്ഷമിക്കണം, എല്ലാവരെയും കൂടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഓവർ ടു ചെയർ. താങ്ക് യു സാർ. താങ്ക് യു രാധാകൃഷ്ണൻ സാർ. താങ്ക് യു വെരി മച്ച്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വെൽക്കം സ്പീച്ച് വളരെ മനോഹരമായി, ആരെയും ഒഴിവാക്കാതെ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു. ഇതാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകത. ആർക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള അവസരം കിട്ടിയാൽ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കടമ. എന്തായാലും ഇന്നത്തെ ട്രെയിനറെ കുറിച്ച് പറയുകയാണെങ്കിൽ വായിക്കുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ട്. പ്രൊഫൈലൊക്കെ വായിക്കാനുള്ള നേരമൊന്നും ഇതൊന്നും പോരാതെ വരും. എന്നാലും ഒരു ചെറിയ കാര്യം പറയാം. 100ഓളം ടെലിവിഷനുമായിട്ടും സിനിമയുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് 100ഓളം സ്റ്റേജുകൾ, അമേച്ചർ ആൻഡ് പ്രൊഫഷണൽ സ്റ്റേജുകളിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ JCIയുടെ ഒരു ZGB മെമ്പറാണ്. JCI എന്ന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോം ലോകത്ത് തന്നെ ഇല്ല. അതിന്റെ ഒരു JFM എന്ന ഒരു ഡെസിഗ്നേഷനോട് കൂടെ അദ്ദേഹം 5 വർഷമായിട്ട് JCIയിൽ പ്രവർത്തിക്കുന്നു. ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആണ്, മോട്ടിവേഷണൽ സ്പീക്കർ. മോർ ദാൻ 1000 പ്രോഗ്രാംസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തിയേറ്റർ ആൻഡ് ഫിലിം ആർട്ടിസ്റ്റ് ആണ്, ഓത്തർ എന്ന് പറയുമ്പോൾ JCIയിലെ നാഷണൽ ട്രെയിനേഴ്സ്
നേക്കാൾ മുകളിലാണെന്നുള്ള ഒരു വസ്തുത നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഓത്തർ ആവുക അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഈ JCയുടെ എല്ലാ ട്രെയിനിങ് മൊഡ്യൂളും അവരാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്ക് പാരന്റിങ്ങിനെ കുറിച്ച്, ഒരു റെസ്പോൺസിബിൾ പാരന്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം നമ്മളോട് വിശദമായി സംസാരിക്കും. സാർ, ദ ഫ്ലോർ ഇസ് യുവേഴ്സ്. Thank you, sir. Thank you for your privilege. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതിലുപരി സന്തോഷം ഈ കോഫി ടോക്കിന്റെ 958ാമത് എപ്പിസോഡാണ് എന്നറിയുന്നതിൽ വലിയ സന്തോഷം. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഞാൻ ഒരു അധ്യാപകൻ ആണ്. അതോടൊപ്പം തന്നെ ഓതർ എന്ന് അവിടെ JCIയിലുള്ള ഓതർ അല്ല, ഞാനൊരു എഴുത്തുകാരനാണ്. 4-5 പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഓതർ എന്നുള്ളത്. നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് റെസ്പോൺസിബിൾ പാരന്റിങ് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗ്രൂപ്പിലേക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് ആൾക്കാരെ എനിക്ക് അധികം പരിചയമില്ല. ആ അപരിചിതത്വം നിങ്ങൾ പാലിക്കേണ്ടതില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇടപെട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാം. ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം ടോക്കുകൾ, സംവാദങ്ങൾ, ചർച്ചകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എപ്പോഴും കൂടുതൽ നമ്മൾക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്ന നിലയ്ക്കുള്ള നമ്മളുടെ ഉത്തരവാദിത്വം. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കുട്ടികളുടെ എണ്ണം പൊതുവെ കുറവാണ്. കാരണം അവർക്ക് ഈ രക്ഷകർത്തൃത്വം എന്നതിൻ്റെ ഒരു ക്ലേശപൂർണമായ പ്രവൃത്തി ആണ് എന്നുള്ളത് കൊണ്ടും അവർ കുറച്ചും കൂടെ ഉത്തരവാദിത്വം കൂടുതൽ ഉള്ളത് കൊണ്ടും അവിടെ കുട്ടികളുടെ ജനനനിരക്ക് തന്നെ പൊതുവെ കുറവാണ്. അപ്പോൾ ജനനനിരക്കിനേക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു ഗ്രാവിറ്റി പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. മറ്റേത് പ്രൊഫഷനും പോലെ തന്നെ പരിശീലനം നേടിയിട്ട് വിവാഹിത ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വളർത്തി ലോകത്തിനും ഒക്കെ കൊടുക്കുന്ന വലിയ ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള ഒരു ജോലി. അപ്പൊ അങ്ങനെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മളിങ്ങനെ പറയാറുണ്ട്, അമ്മ ഉദരത്തിലും അപ്പൻ ഹൃദയത്തിലുമാണ് കുട്ടിയെ സ്വീകരിക്കുന്നത്. അമ്മ ഉദരത്തിലും അപ്പൻ ഹൃദയത്തിലും സ്വീകരിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് ധാരാളം കുട്ടികളെ ഓരോ ദിവസവും കാണുമ്പോഴും പല കുട്ടികളുടെയും സ്വഭാവത്തിലും വളർത്തലിലും ഒക്കെ ഉണ്ടാകുന്ന ചില പോരായ്മകൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. 3 തരത്തിലുള്ള ദോഷങ്ങളാണ് പൊതുവെ നമുക്കിങ്ങനെ പറയാറുള്ളത്. ഒന്ന് വളർത്തുദോഷം, മറ്റൊന്ന് ജന്മദോഷം, മറ്റൊന്ന് സംസർഗദോഷം എന്ന് പറയും. ജനിക്കുമ്പോൾ തന്നെ പലപ്പോഴും ശാരീരികമായ പല പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ജന്മദോഷം എന്ന ഒരു പ്രശ്നം പലപ്പോഴും കുട്ടികൾക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. അത് ശാരീരികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ്, അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരിക വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവും. രണ്ടാമത് വളർത്തുദോഷം എന്ന് പറയാറുണ്ട്. അതാണ് നമ്മൾ ഈ പാരന്റിങ്ങിൽ കൂടുതലായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, മാതാപിതാക്കളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാതാപിതാക്കൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ കുട്ടികളെ ഏത് രീതിയിൽ ബാധിക്കും എന്നാണ് കുറച്ച് സമയം നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു ദോഷം നിസർഗദോഷമാണ്. സംസർഗജാ ദോഷഗുണാഭവന്തി എന്ന് കേട്ടിട്ടുണ്ടാവും. സംസർഗം കൊണ്ടാണ് വ്യക്തികളിൽ ഗുണദോഷങ്ങൾ ഉണ്ടാകുന്നത്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് കേട്ടിട്ടുണ്ട്. കുട്ടികൾ ആരോടൊപ്പം ചേർന്ന് നിന്ന് വളരുന്നോ അതനുസരിച്ചുള്ള സ്വഭാവ നന്മയും സുഗന്ധവും ഒക്കെ ഉണ്ടാവും. ചന്ദനത്തോട് ചേർന്ന് നിൽക്കുന്ന വളരുമ്പോൾ ചന്ദന സ്വരൂപികളായിട്ടുള്ള ചന്ദനഗന്ധ സ്വഭാവം ഒക്കെ കുട്ടികളിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ഒരു വളർത്തു ദോഷത്തെക്കുറിച്ച്, പൂർണ്ണമായിട്ടും ദോഷം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അത് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ പറയുക. ചൈനീസ് പഴമൊഴി ഇങ്ങനെയാണ്,
ദൈവം മാലാഖമാരെയാണ് ഭൂമിയിലേക്ക് അയക്കുന്നത്. പക്ഷെ മാതാപിതാക്കൾ അവരെ തവളകളാക്കി മാറ്റുന്നു എന്ന് പറയാറുണ്ട്. ആ, കാരണം വളർത്തുദോഷത്തിലുണ്ടാകുന്ന ചില പ്രത്യേകതകൾ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ ഇഫക്റ്റീവായി നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ആ സ്കിൽഫുൾനെസ്. ഏത് ജോലിയിലും ഒരു സ്കിൽഫുൾനെസ് ഉണ്ട്. ഒരു ഓഫീസിലാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ആണ് എപ്പോഴും എല്ലാവരും തിരയുക. പക്ഷെ ഈ കുട്ടികളെ വളർത്തുന്നതിനും ഉണ്ടാവുന്ന ഒരു സ്കിൽഫുൾനെസ് മാതാപിതാക്കൾ നേടിയിരിക്കണം. പലപ്പോഴും അവർക്ക് ഈ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നതിനെ കുറിച്ചൊക്കെ നമുക്കിങ്ങനെ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതല്ലാതെ പൊതുവായി ഒരു പരിശീലന പരിപാടിയൊന്നും മാതാപിതാക്കൾക്കായിട്ട് നിശ്ചയിപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ഈ ക്രൈസ്തവരുടെ ഇടയിലൊക്കെ വിവാഹത്തിന് മുമ്പ് ഒരു കോഴ്സ് ഉണ്ട്, പ്രീകാന കോഴ്സ് എന്നൊരു കോഴ്സ് ഉണ്ട്. ഒരു 6 ദിവസത്തെ കോഴ്സ് ഉണ്ട്. അപ്പൊ ആ കോഴ്സിൽ കുടുംബജീവിതത്തെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധികളൊക്കെയാണ്, അതൊക്കെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ വിശദമായി ഒരു 6-7 ദിവസം ക്ലാസ്സുകൾ കൊടുത്തിട്ടാണ് അവർക്കൊരു സർട്ടിഫിക്കറ്റോട് കൂടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെയും ധാരാളം ഇൻ സർവീസ് കോഴ്സുകളൊക്കെ പോലെയൊക്കെ കോഴ്സുകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഗുണമൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് തന്നെ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങളിങ്ങനെ വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസത്തെ കുറിച്ചാണ്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ പലപ്പോഴും വീടുകളിൽ നിന്നൊക്കെ കുട്ടികൾ ബസ് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോഴും അവളെ ജനലിലേക്ക് കൂടെ കയറുമ്പോഴൊക്കെ മാതാപിതാക്കൾ പിടിച്ച് താഴെ ഇടും. എപ്പോഴെപ്പോഴും പറയുന്നത് ഒരു കരുതലാണ്, കൊച്ചിന് വീഴും, വേദനിക്കും എന്നൊക്കെയാണ്. പക്ഷെ എപ്പോഴും എല്ലാ കുഞ്ഞിനും മുകളിലേക്ക് പോകാനുള്ള ഒരു വളരാനുള്ള ത്വര അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ ഇങ്ങനെ പോകുന്നത്. എന്ന് വെച്ചാൽ വീടിന് മുമ്പിലുള്ള റോഡ് മുറിച്ച് കിടക്കുന്നതിന് മുമ്പ് കുട്ടി പലവട്ടം ലോകത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ കുറേയും കൂടെ അറിവും ഉള്ള ആൾക്കാരാണ്. പക്ഷെ അതൊരു പ്രായോഗിക അറിവല്ല എന്നുള്ളത് തന്നെ. പക്ഷെ അപ്പോഴൊക്കെ കൊടുക്കേണ്ടതൊരു കുട്ടികൾക്കൊരു ആത്മവിശ്വാസം ചെറുപ്പത്തിലേ തന്നെ അവരുടെ മാതാപിതാക്കളുടെ വാക്കുകളിൽ നമുക്ക് ഈ ആത്മവിശ്വാസം എന്നോട് കൊടുക്കാം. ഇപ്പം ഈ റെസ്പോൺസ് എന്നതിന് ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമ്മൾ വളരുമ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ അവൻ വ്യക്തിയായി തന്നെ അവനെ കാണുകയും അവൻ്റെ എല്ലാ കഴിവുകളെയും അവൻ്റെ നന്മകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അങ്ങനെയുള്ള മാതാപിതാക്കളിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അങ്ങനെയുള്ളൊരു ഡയലക്ട്സ് തന്നെ നമ്മൾ ശീലിക്കണം. കുട്ടി പറയുമ്പോൾ നിന്റെ കഴിവുകളൊക്കെ വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട് നീ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിന്റെ തമാശകളൊക്കെ നല്ലതാണ്, അത് പലപ്പോഴും ഞങ്ങൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്, നിന്റെ അമ്മയാണെന്ന് പറയുന്നതിൽ നിന്റെ അച്ഛനാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, സ്കൂളിൽ ചെന്നപ്പോൾ അധ്യാപകർ നിന്നെക്കുറിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു, നീ ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ബോറടിച്ചു പോയനെ, അതല്ലെങ്കിൽ നീ നന്നായിട്ട് പഠിച്ചല്ലോ, നിന്റെ കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ നിന്റെ കൂട്ടുകാരുമായി നീ പങ്കുവച്ചല്ലോ, നീ മിടുക്കനാണ്. ഇങ്ങനെ ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ കുഞ്ഞുങ്ങളെക്ക് ചെറുപ്പം മുതലേ കൊടുത്തു വളർത്തുമ്പോൾ അത് വലിയ വ്യത്യാസം ഉണ്ടാകും. കാരണം പലപ്പോഴും അധ്യാപകരായ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒരു 5-6 ക്ലാസ്സുകളിലൊക്കെ വരെ കുട്ടികൾക്ക് നല്ല ആത്മവിശ്വാസം ധൈര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു 6ാം ക്ലാസ് ഒരു അഡോളസൻസിലേക്കൊക്കെ പതുക്കെ വരുമ്പോഴേക്കും അവരുടെ ആത്മവിശ്വാസം പാടേ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അവർ പലപ്പോഴും ഇൻട്രോവേർട്ടുകളായ കുട്ടികൾ മാറുന്നത്, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണ്. അപ്പൊ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ ചെറുപ്പത്തിലേ തന്നെ കൊടുക്കുകയും അവർക്ക് നല്ല പിന്തുണ നൽകുകയുമാണ്. ഒരു ബാലാമണിയമ്മയുടെ ഒരു കവിതയുണ്ട്, ഇങ്ങനെയാണ്: എന്നു ഞാൻ അമ്മയെപ്പോലെ വലുതാകും, എൻ മകൻ ചോദിപ്പു കൂടെ കൂടെ, ഞാനും ഈ ചോദ്യമേ ചോദിച്ചിട്ടുണ്ടാവാം നൂനമൻ ബാല്യത്തിൽ 100 വട്ടം. ഓരോ കുഞ്ഞും അമ്മയുടെ മുമ്പിൽ നിന്നിട്ട് ചോദിക്കും, അമ്മയോടൊപ്പം ഞാൻ എന്നാ വലുതാവുക, അമ്മയോടൊപ്പം പൊക്കം വെക്കുക, അമ്മയെ പോലെ ആയിത്തീരുക എന്നാണ്. എല്ലാ മനുഷ്യനും ഇങ്ങനെ വളരാനുള്ള വലിയ ഒരു ത്വരയും ആഗ്രഹവും എല്ലാ മനുഷ്യന്റെയും ഉള്ളിലുണ്ട്. ആ ത്വരയെ നമ്മുടെ വാക്കുകൾ കൊണ്ടോ കുട്ടികൾ സുരക്ഷിതത്തെ മാനിച്ചുകൊണ്ടൊക്കെ നമ്മളങ്ങനെ
ഒടിച്ചു കളയരുത്, നശിപ്പിച്ച് കളയരുത് എന്നാണ് നമ്മൾ ഇതിലൂടെ കൂടെ പങ്കുവെക്കാനുള്ളത്. കവി പറയുന്നത് തന്നെയാണ്, അമ്മയെ പോലെ വലുതാകാൻ, വളർന്നു വലുതാകാൻ വേണ്ടി ആകാശത്തോളം വലുതാകാൻ ഓരോ കുഞ്ഞും അവന്റെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേകതകളൊക്കെ പറഞ്ഞു. പക്ഷെ അപകടകരമായ രീതിയിൽ ഒക്കെ കുട്ടി എന്നെ അങ്ങനെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ മാത്രം പതുക്കെ പതുക്കെ നമ്മളൊരു നിർദ്ദേശം കൊടുക്കുകയും, അതല്ലാതെ കുട്ടികൾക്ക് വളരാനുള്ള സ്പേസ്, അന്തരീക്ഷം കുടുംബത്തിലും അവന്റെ ജീവിതത്തിലുമൊക്കെ ഉണ്ടാവുക. പല രക്ഷിതാക്കളും പലപ്പോഴും പറയാറ്, എനിക്കൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിനനുസരിച്ച് നീ പോകണം എന്ന് പറഞ്ഞ് പലപ്പോഴും നല്ല കഴിവുള്ള ഒക്കെ കുട്ടികളെ പലപ്പോഴും അവരുടേതായിട്ടുള്ള രീതിയിൽ ചാനലൈസ് ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് കുട്ടികൾ വളരാതെ കുട്ടികളുടെ കഴിവും സാധ്യതകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഒരു അഭിരുചികളുണ്ട്. ആ അഭിരുചികൾക്കനുസരിച്ച് കുട്ടികൾ വളർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കൂടുതൽ ഗുണകരം. അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു സംഭവമുണ്ട്. അദ്ദേഹം വിദേശത്തായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തിൽ ഒരു അമേരിക്കക്കാരായിട്ടുള്ള ഒരു കുടുംബമുണ്ട്. അപ്പൊ അവർക്ക് 4 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ ഈ കുട്ടികൾ വൈകുന്നേരങ്ങളിലൊക്കെ അവര് ഗാർഡൻ പണികളിലുമൊക്കെ ഏർപ്പെടും. അവരൊപ്പം തന്നെ ഒരു മരത്തിൽ കയറുന്ന സംഭവത്തെ കുറിച്ച് അദ്ദേഹം പറയും. അപ്പൊ കുട്ടികളെ ഈ മരത്തിൽ കയറി അതിന്റെ മുകളിലെത്തി ആ കൊമ്പയെ കൂടെ ഒക്കെ താവോട്ട് ചാടി അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ അടുത്തുള്ള ഈ മലയാളി കുടുംബം അദ്ദേഹം പറയുന്നത്, ഈ കുട്ടികൾക്ക് വല്ല സംഭവിക്കുകയല്ലേ, വീണാലോ കൈയിടിഞ്ഞാലോ. അപ്പോൾ അവർ പറയുന്നത്, അതിലൂടെ അവർ വീണ് കഴിഞ്ഞാൽ നമ്മൾ അവരെ നോക്കും, ആ രീതിയിൽ മരത്തെ കയറാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ അവർ ശീലിക്കട്ടെ. 1-മത്തെയും 2-മത്തെയും 3-മത്തെയും 4-മത്തെ കുട്ടി 2 വയസ്സുള്ള ആ കുട്ടിയെയും ഈ മരത്തെ കയറാൻ വേണ്ടിയിട്ട് അവർ പരിശീലിപ്പിക്കുന്ന കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ നമ്മളാണെങ്കിൽ, പ്രത്യേകിച്ചും മലയാളികൾ, കുറേയും കൂടെ അമിതമായിട്ടുള്ള ഒരു കരുതൽ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പറയുക, ഇത് ഹെലികോപ്റ്റർ പാരന്റിങ് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ. ഹെലികോപ്റ്റർ എങ്ങനെയാണ് മുകളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നത്, അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങൾ അമിതമായി ഇടപെടുകയും അമിതമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന, അത് അവർ സുരക്ഷയെ മാനിച്ചൊക്കെ ആയിരിക്കാം, പക്ഷെ അത് അത്ര ഗുണകരമല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ പലപ്പോഴും ഈ നോ 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 എല്ലാ കാര്യങ്ങളിലും നോ പറയുന്നതിൽ വളരെ മിടുക്കരാണ്. പക്ഷെ നോയേക്കാൾ കുറച്ചും കൂടെ അവർക്ക് പ്രവർത്തിക്കാനും ചെയ്യാനും ഒക്കെയുള്ള കാര്യത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇന്നലെ വൈകുന്നേരം ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ, വൈഫ് ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിന്റെ വേറെ ഒരു പേരന്റ്, ആ പേരന്റ് ഒരു അമ്മയാണ്, അമ്മ ടീച്ചറാണ്. ഈ കുട്ടി നല്ല ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കുട്ടിയാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് സയൻസ് കാര്യങ്ങളിലൊക്കെ YIP എന്നൊരു സാധനമുണ്ട്, 8ാം കുട്ടികൾക്ക് യങ് ഇന്ത്യ ഇൻവേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ കുട്ടികൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുക, അത് ഗവൺമെന്റിന് സമർപ്പിക്കുകയും ഗവൺമെന്റ് അതിന് ഒരു പണം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വർഷങ്ങളായിട്ട് നല്ല മിടുക്കരായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ കുട്ടിയുടെ പ്രത്യേകത, ഇവന് ഈ സയൻസും മാത്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ക്ലാസ്സിലൊക്കെ അവൻ ഭയങ്കര ഷൈൻ ചെയ്യും. പക്ഷെ അവന് ലാംഗ്വേജ്, ആർട്സ് വിഷയങ്ങൾ അത്ര, അതവന്റെ ബുദ്ധിയുടെ 2 ഭാഗങ്ങളുണ്ടല്ലോ, അതിന് പ്രത്യേകത കൊണ്ടൊക്കെയാണ്. പക്ഷെ ഈ അമ്മയുടെ പരാതി, ഇവന്റെ കൈയക്ഷരം വളരെ മോശമാണ്. ഇവൻ ഇംഗ്ലീഷിൽ അവൻ പാഠഭാഗങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവന് ഒരു പരിപാടിക്കും ടീച്ചറിനെ കൂട്ടിയേക്കരുത്. ടീച്ചർ ആദ്യം ഭയങ്കര ചൂടായിട്ടാണ് അമ്മ ടീച്ചറോട് സംസാരിച്ചത്. അമ്മയും ഇവിടെ ടീച്ചറാണ്. അപ്പൊ ഞാനിത് മുഴുവൻ കേൾക്കുമായിരുന്നു. അപ്പൊ ഈ അമ്മയുടെ ആകുലത ഇതാണ്, അവൻ 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയം ജയിക്കണ്ടേ എന്നൊക്കെ. വെറുതെയാണ്. അവൻ നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കുട്ടിയാണ്. അവൻ ആ രീതിയിലൊക്കെ വളർന്നു വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ നല്ലൊരു സയന്റിസ്റ്റ് ഒക്കെ ആയി തീരാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഉള്ള കുട്ടിയാണ്. പക്ഷെ അമ്മയുടെ ഒരു രീതി 10ാം ക്ലാസ് ജസ്റ്റ് ജയിക്കുക, അതിനുശേഷം അമ്മയ്ക്ക് ഒരു തരം പ്ലാനിങ് ഒക്കെ ഉണ്ട്. ആ പ്ലാനിങ് കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഇടയ്ക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കും, ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നമുക്ക് എത്രമാത്രം ഗുണം ചെയ്യും, അതല്ലെങ്കിൽ ഈ ആകുലതകളെ നമ്മൾ ഏത് പാരാമീറ്ററിലാണ് നമ്മൾ കാണേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാവോ? സാർ, അത് അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഓക്കെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ. ഓക്കെ. പക്ഷേ ഈ മാതാപിതാക്കളുടെ സവിശേഷമായിട്ടുള്ള ചില ആകുലതകൾ ഇല്ലേ, അതിനെ നമ്മൾ എങ്ങനെ മറികടക്കും ഒരു പാരന്റ് എന്ന നിലയ്ക്ക്?
അവർക്കൊരു അവബോധം വരുത്തി കൊടുക്കണം. മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ പറ്റിയുള്ള, അതായത് പല ഏരിയയിലാണ് പിള്ളേരുടെ ഇന്റലിജൻസ്. അപ്പം ഇന്ന ഒരു കാര്യത്തിൽ മാത്രമല്ല എന്നുള്ളത് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമേ. പല ഏരിയയിൽ എക്സൽ ചെയ്യാൻ പറ്റുമല്ലോ. എല്ലാരും ഒരേപോലെ ഇരിക്കേണ്ട കാര്യമില്ല. ബട്ട് ദേ ഹാവ് ഡിഫറെന്റ് എബിലിറ്റി, ഡിഫറെന്റ് വേസ്. നല്ലൊരു സജഷൻ ആണ്, നല്ലൊരു ലെസൺ ആണ്. സാർ മറ്റാർക്കെങ്കിലും ഹലോ സാർ, കേൾക്കാം. ഓരോ കുട്ടികളും യുണീക്ക് ആണെന്നും അവർക്ക് മാം പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ള കുട്ടികളാണെന്നും പറഞ്ഞ് ആദ്യം പേരൻസിന് ബോധവൽക്കരണം ചെയ്യണം. അതാണ് എന്റെ അഭിപ്രായം. മറ്റൊരു അഭിപ്രായം? അല്ല സാറേ, ഇപ്പോ ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നടത്തുന്ന കരിയർ എക്സ്പെർട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കൃത്യമായിട്ട് നമുക്ക് കുട്ടികളുടെ താല്പര്യം, അവർക്ക് ഇണങ്ങുന്ന ജോലി കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും, അപ്പൊ അവര് തന്നെ പാരന്റ്സിനും കൗൺസിലിംഗ് കൊടുക്കും, കുട്ടിക്കും കൊടുക്കും. അപ്പൊ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. ഇന്നത്തെ കാലത്ത് അതിനുള്ള അവസരങ്ങളുണ്ട്. ഓക്കെ, നല്ല നിർദ്ദേശങ്ങളാണ്. ഇപ്പോഴും കൗൺസിലിങ്ങിന് ഒരു മെന്റൽ ഇൽനെസ്സിന് ഉള്ള ട്രീറ്റ്മെന്റ് ആണ് എന്ന് ചിന്തിക്കുന്ന ജനയാണ് നമ്മുടെ നാട്ടുകാർ. കൗൺസിലിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ എന്റെ പറയോ അവന് തലയ്ക്കല്ല സൂലെന്ന് തോന്നുന്നു, എന്താ സൂത്രം. കൗൺസിലിംഗ് പോലും മെന്റൽ ഇൽനെസ്സിനുള്ള ട്രീറ്റ്മെന്റ് ആണ് എന്ന് കരുതുന്ന ലോകമാണ്. ഓക്കെ, ശരിയാ. മുൻകാലങ്ങളിലേക്കാൾ കുറച്ചും കൂടി ഇത്തരത്തിലുള്ള മാനസിക പിന്തുണയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. മുൻകാലങ്ങളിൽ കുറച്ചും കൂടെ നമ്മുടെ ജീവിതത്തോട് നമുക്ക് മത്സരിക്കാനൊക്കെ ഉള്ളൊരു മനക്കരുത്ത് നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഏതാനും വർഷങ്ങൾക്കിടയിൽ നമ്മൾ നടത്തിയ പഠനത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത്, കുട്ടികളുടെ തരത്തിലുള്ള ആത്മഹത്യകൾ നടക്കുന്നത് കേരളത്തിലാണ്. അത് ഈ മെന്റൽ ഹെൽത്തിന്റെ ഒരു അഭാവമാണെന്ന് ആണ് പലപ്പോഴും എഡ്യൂക്കേഷനിസ്റ്റുകളൊക്കെ പറഞ്ഞു വെക്കുക. എന്നാൽ ഇതര സംസ്ഥാനങ്ങളേക്കാൾ, ഇതര രാജ്യങ്ങളിലൊക്കെയുള്ള കുട്ടികൾ കുറച്ചും കൂടെ ഒരു മാനസികാരോഗ്യം പ്രദർശിപ്പിക്കുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. കേരളത്തിലെ കുട്ടികൾക്ക് ഈ മാനസികാരോഗ്യ നില വളരെ കുറവാണെന്ന് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ റെസ്പോൺസിബിൾ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് മാതാപിതാക്കളുടെ ചില പ്രത്യേകതകളിലാണ് നമ്മളിത് കാണുന്നത്. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് 1-2 പ്രാവശ്യം വെച്ചിട്ട് അലറിക്കൊണ്ടാണ് പലപ്പോഴും അമ്മമാരങ്ങനെയല്ല, അമ്മമാരാണ് കൂടുതൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മളത് കുറച്ചും കൂടെ കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായിട്ടുമൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കാൻ നമ്മൾ മാതാപിതാക്കൾ തന്നെ ഒന്ന് പരിശീലിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല പെരുമാറ്റങ്ങൾക്ക് ഈ പലപ്പോഴും മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന 2 ടൂളുകൾ, 1 ഉപദേശം, 2 വഴക്ക്, 3 അടി. ഈ ടൂളുകളാണ് ഒരു പാരന്റിങ്ങിന് ഒരു മഹത്തായിട്ടുള്ള ചില ടൂളുകളായിട്ട് പറയാറുള്ളത്. പക്ഷേ അത് പലപ്പോഴും കുട്ടികൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാൻ, ശിക്ഷയാണ് പലർക്കും കൊടുക്കുക. എനിക്ക് ദേഷ്യം തീരുന്നത് വരെ ഞാൻ അവനെ തല്ലി എന്നൊക്കെ പലപ്പോഴും ചില മാതാപിതാക്കളൊക്കെ പറയാറുണ്ട്. പക്ഷേ കുറച്ചും കൂടെ നമ്മൾ കുട്ടികൾക്ക് പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ, ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല പെരുമാറ്റങ്ങൾക്ക് പുകഴ്ത്തലുകളും അഭിനന്ദനങ്ങളും ചെറിയ പാരിതോഷികങ്ങളും ഒക്കെ കൊടുത്താൽ കുട്ടികൾ കുറേയും കൂടെ നമ്മുടെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുമെന്നുള്ളതാണ്. അത് അവർക്കുണ്ടാകുന്ന തെറ്റുകളെ നമ്മൾക്ക് എങ്ങനെ കൊടുക്കാം? അടിയേക്കാൾ മറ്റു പല കാര്യങ്ങളിലും നമുക്ക് കൊടുക്കും. ഉദാഹരണമായിട്ട്, നീ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിനക്ക് മൊബൈൽ നോക്കുന്ന സമയം കുറച്ചുകൂടി ഞങ്ങൾ കുറയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതൊരു ശിക്ഷാരീതിയായിട്ട് കുട്ടികൾക്ക് പലപ്പോഴും കിട്ടും. അതുപോലെ അവൻ്റെ കളിസമയം കുറച്ച് വെട്ടിക്കുറയ്ക്കാം. അതല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ അടിയേക്കാൾ കുറയും കൂടെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ടൂളായിട്ടത് മാറും. അതുപോലെ തന്നെ ഈ നമ്മുടെ ശാസനകളൊക്കെ അധികം ശബ്ദമുയർത്താതെ, കുട്ടികളെ ഞെട്ടിക്കാതെ, കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് മൈൽഡായിട്ടൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കളെ ശീലിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ദേഹം നോവിച്ചുകൊണ്ടല്ല, അല്ലാത്ത രീതിയിലും നമുക്ക് ശിക്ഷണം നടപ്പിലാക്കാൻ പറ്റും. അച്ചടക്കത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് പങ്കുവെക്കും. കൂടുതലും എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നത് മാതാപിതാക്കളാണെന്ന് തോന്നുന്നു. അച്ചടക്കത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഏതാനും വാക്കുകൾ ഇത് പങ്കുവെക്കാവോ? അച്ചടക്കം എന്നത്
പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്നല്ല, നമ്മൾ ജീവിതത്തിലൂടെ കാണിച്ചിട്ട് അവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കേണ്ട ഒരു സാധനമാണ് അച്ചടക്കം എന്ന്. അത് നമ്മുടെ ജീവിതത്തിൽ ആ അച്ചടക്കം കാണിക്കണം. അപ്പോഴാണ് അത് ശരി, എന്താണെന്ന് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു സജഷനാണ്. നമ്മുടെ എക്സ്റ്റൻഷനാണ് നമ്മുടെ മക്കൾ എന്ന നിലയ്ക്ക് തന്നെ. കുട്ടികൾ കേൾക്കുന്നതിനേക്കാൾ കാണുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പറയാറുണ്ട്. നമ്മൾ പറയുന്ന ഉപദേശത്തെക്കാൾ നമ്മുടെ ജീവിത മാതൃകയാണ് കുട്ടികൾക്ക് എപ്പോഴും കുറച്ചും കൂടെ ആക്സെപ്റ്റബിൾ ആയിട്ട് തീരുന്നത്. നല്ലൊരു സജഷനാണ് മുരളി സാറിന്റെ. പാരന്റിങ്ങിൽ പലപ്പോഴും പറയാറുള്ള കൂട്ടിയെന്ന ഒരു വാക്കുണ്ട്, മയോ അഞ്ചലോടെ. നിങ്ങളുടെ ആക്ഷൻസോ നിങ്ങളുടെ വാക്കുകളോ അല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന ഫീലാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അത് കുട്ടികളുടെ പാരന്റിങ്ങിലെ കാര്യങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യം. വാട്ട് യു മേക്ക് ദം ഫീൽ, ദാറ്റ്സ് ക്യാരിഡ് ഫോർവേഡ്. ഓക്കെ സാർ, നല്ലൊരു ആശയമാണ്. വീട്ടിലെ സംസാരമാണ് നാട്ടിലെ സംസ്കാരമായി മാറുക. നല്ലൊരു കോട്ടിംഗ് ആണ്. അടിപൊളി. വീട്ടിലെ സംസാരം. സാർ, അച്ചടക്കം വീട്ടിൽ നിന്നുള്ള പേരൻസിൽ നിന്നും, ഫസ്റ്റ് ഹൗസായ വീട്ടിൽ നിന്നും, പിന്നെ സെക്കൻഡ് ഹൗസായ സ്കൂളിലെ ടീച്ചേഴ്സിൽ നിന്നും കുട്ടികൾക്ക് ഡിസിപ്ലിൻ കൊടുക്കാം. തീർച്ചയായിട്ടും നല്ലൊരു നിർദ്ദേശമാണ്. മറ്റെന്തെങ്കിലും? നമ്മളെ വീടുകളില് ഒത്തിരി അച്ചടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മക്കളെ സംബന്ധിച്ച് അവരിപ്പോ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമ്മളുടെ വിചാരം എന്താ, ഞാനൊക്കെ ഭയങ്കര ഡിസിപ്ലിൻ്റെ ആളാട്ടോ, ഒക്കെ അടുക്കി പറക്കി വെക്കുന്ന ആളാ. പക്ഷെ എൻ്റെ മക്കളുടെ പഠനമുറി കയറി കഴിഞ്ഞാൽ എല്ലാം വാരി വലിച്ചു നിരത്തിയിട്ടിരിക്കുക. പക്ഷെ അതിന് വേറൊരു കാര്യമുണ്ട്, ഒരു പുസ്തകം എടുക്കുമ്പോഴായിരിക്കും മറ്റൊന്ന് അവർ ആലോചിക്കുക. അപ്പൊ അവരുടെ മേശപ്പുറത്ത് ഉണ്ടെങ്കിൽ അവർ ഓരോന്നും തുറന്നു നോക്കി പഠിക്കും. എന്നിട്ട് അവര് പറയുന്നത്, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ അടുക്കി വെച്ചോളാം. ഇപ്പൊ അമ്മ അത് തൊടരുതെന്നാണ് എന്നോട് പറയുന്നത്. ആ മേശ തൊടാൻ പാടില്ല. പക്ഷെ എല്ലാം നിരത്തി വെച്ച് അവരത് നോക്കി ഓരോന്ന് ചെയ്യും. അതിപ്പോ എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പോ ഒരു PPT ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മളും ഇരിക്കുന്ന മേശപ്പുറം നമ്മളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്തു വെക്കുക. അപ്പൊ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയല്ല, അത് അവരുടെ ജീവിതത്തിൽ അവർ കണ്ടു വളർന്നോളും. പിന്നെ തന്നെയല്ല, പഠിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവില്ല. കുറച്ചും കൂടെ കഴിഞ്ഞ് അവരൊരു ഇതിലേക്ക് കയറുമ്പോഴായിരിക്കും അവരത് പ്രാവർത്തികമാക്കുക. നല്ല ഒരു സജഷനാണ് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുൻയോജൻ അവർക്ക് ഉള്ള എല്ലാം അവരുടെ വിരൽത്തുമ്പിലുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് ഈ മേശയിൽ നിന്നും ഇതെല്ലാം കിട്ടണം എന്നവര് ആഗ്രഹിക്കുന്നത് കൊണ്ടൊക്കെയാണ്. ശരിയാണ്. മറ്റെന്തെങ്കിലും? കുട്ടികളെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ചെറുപ്പത്തിൽ തന്നെ വീട്ടിലെ ഓരോ കാര്യത്തിനും നമ്മൾ ആ ഡിസിപ്ലിൻ അവർക്ക് കിട്ടാൻ വേണ്ടി അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അവരെ കൊണ്ട് ഇന്നത് ചെയ്യുമെന്ന് പറയാതെ അവരുടെ കൂടെ നിന്ന് നമ്മളും കൂടെ ചേർന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർ ആ ഡിസിപ്ലിൻ പഠിച്ചു വരുന്നത്. സോ അതൊരു നല്ല എക്സാമ്പിൾ ആയിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. അവരുടെ ലൈഫിൽ അത് ആ ഒരു രീതിയിൽ അവർ സെറ്റായി വളർന്നു വരികയും ചെയ്യും. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെറിയ പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ നല്ല വാക്കുകളോ, അമ്മയെ നീ സഹായിച്ച കൊണ്ട് അമ്മയ്ക്ക് കുറച്ചും കൂടി സമയത്ത് ഉള്ളിൽ തീർക്കാൻ പറ്റിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടികൾ കുറച്ചും കൂടെ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവും അല്ലേ? സാറേ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള പ്രേരണ ഒരു 10ാം ക്ലാസ് വരെ നമുക്ക് അവരെ കിട്ടും. എന്റെ മക്കൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് കൂടി ഇണക്കി ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് പ്രോത്സാഹനം ഒക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ അവര് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മ ഇപ്പഴാ ഞങ്ങൾക്ക് അന്തം വെച്ചതെന്ന്. ഇപ്പൊ അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുമെങ്കിലും വീട്ടിൽ വന്നാൽ അവരൊന്നിനും കിട്ടില്ല. കാരണം അവര് പറയുന്നത് ഇതാണ്, ഇപ്പോഴാണ് അന്തം വെച്ചതെന്ന്. അന്ന് അമ്മ പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ ചെയ്തു എന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പം തൊട്ട് മുമ്പേ സൂസൻ മാം പറഞ്ഞതും പറഞ്ഞോളൂ. കേൾക്കാം. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതൊരു കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ ഡിസിപ്ലിൻ ഇപ്പോൾ മാം പറഞ്ഞ കണക്ക് 10ാം ക്ലാസ് കുട്ടി നമ്മൾ പറയുന്നത് പോലെയൊക്കെ അനുസരിച്ച് പോകുന്ന ഒരു കാലഘട്ടം. അവൻ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാത്തിടത്തോളം കാലം അവൻ ഡിസിപ്ലിനാണ്. അവൻ അവൻ്റെതായ രീതിയിൽ സ്വതന്ത്രമായി ചിന്തിച്ച് തുടങ്ങി അവൻ്റെ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങുമ്പോൾ അവൻ ഡിസിപ്ലിൻ ഇല്ലാണ്ടാകുന്നു. ഡിസിപ്ലിൻ ഓരോരുത്തരുടെയും കൺസെപ്റ്റിൽ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്ന ചിന്താഗതികൾ എന്തൊക്കെയാണ്, അതേ ചിന്താഗതികൾ അതുപോലെ ഫോളോ ചെയ്താൽ എൻ്റെ കുട്ടി ഡിസിപ്ലിൻഡ് ആണ്. അതങ്ങനെയല്ലാതെ അവൻ സ്വതന്ത്രമായി ചിന്തിക്കുകയും അവൻ പ്രവർത്തിക്കുകയും തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഡിസിപ്ലിൻ അല്ല എന്ന് നമ്മുടെ കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഡിസിപ്ലിൻ.
ഇത് ഇങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ ഡിസിപ്ലിനായിട്ട് കുട്ടി പോകുന്നുള്ളൂ എന്ന് നമ്മൾ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയാൽ അത് ഡിസിപ്ലിൻ അല്ല എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ എൻ്റെ ഡിസിപ്ലിൻ അല്ല അവൻ്റെ ഡിസിപ്ലിൻ, അവൻ്റെ ചില രീതികൾ, ശീലങ്ങൾ, അത് ചിലപ്പോൾ അവന് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറയും വൈകുന്നേരം ഇത്ര മണിക്കിരുന്ന് പഠിക്കണം, അപ്പോൾ ആ സമയത്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഡിസിപ്ലിനാണ്. പക്ഷെ അവൻ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ചിലപ്പോൾ വേറൊരു ടൈം ആയിരിക്കും. ചിലപ്പോൾ രാത്രി ഇരുന്നായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ആ രാത്രി ഇരുന്ന് പഠിക്കുമ്പോൾ അവൻ രാത്രി മുഴുവൻ ഇരുന്നിട്ട് രാവിലെ ഇതേ കിടന്ന് പോത്ത് കണക്കിടന്ന് ഉറങ്ങുന്നു. പക്ഷെ അവൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള അവൻ്റെ ഒരു ടൈമിംഗ് വെച്ച് അവൻ കൃത്യമായിട്ട് അവൻ്റെ വർക്കുകളും കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്ന ആ രീതിയിൽ നമ്മൾ പണ്ട് പഠിച്ചാണൊക്കെ വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നിട്ട് അതുകൊണ്ട് ഉടനെ ഇത്ര മണിക്കൂർ ഇരുന്ന് പഠിക്കണം, ഇങ്ങനെ കുറേ സിസ്റ്റംസ് നമ്മൾ നിലവിൽ സിസ്റ്റം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിസ്റ്റം ഫോളോ ചെയ്താൽ എൻ്റെ മോൻ ഡിസിപ്ലിനാണ്. ഞാൻ പറയുന്നതൊക്കെ എല്ലാം അനുസരിച്ച് കഴിഞ്ഞാൽ അവൻ ഡിസിപ്ലിനാണ്. അവൻ എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറയുകയോ തിരിച്ച് സംസാരിക്കുകയോ അപ്പോൾ തന്നെ അമ്മ പറയും അവൻ്റെ തിരിച്ചു സംസാരിച്ചു തുടങ്ങി. അവൻ സ്വതന്ത്രമായിട്ട് അവൻ്റെ വാക്കുകളെ അംഗീകരിക്കാനും അവൻ്റെ അഭിപ്രായങ്ങളെ കേൾക്കാനും തയ്യാറാവാതെ അവൻ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് തിരിച്ചു പറഞ്ഞു തുടങ്ങിയത് ടീച്ചേഴ്സും പറയാറുണ്ട്, അമ്മമാരും പറയാറുണ്ട്, ഒത്തിരി കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റുകൾ മാറണം എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ന്യൂസ് വരുമ്പോൾ അവരെ കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന അല്ല ഡിസിപ്ലിൻ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നല്ല സജഷനാണ്, നല്ല നിരീക്ഷണമാണ്. ഈ ഒരു പുരാണത്തിലെ ഒരു പ്രോക്രസസിന്റെ ഒരു കട്ടിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സാർമാരെങ്കിലും? ഒരു മഹാരാക്ഷസനായിരുന്നു അദ്ദേഹം. വനത്തിൽ വെച്ച് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവരെ എടുത്തുകൊണ്ട് വന്നിട്ട് അയാളുടെ ഒരു കട്ടിലിൽ കൊണ്ട് കിടത്തും. ഒരു ഇരുമ്പ് കട്ടിലാണ്. ആ ഇരുമ്പ് കട്ടിലിന്റെ കിടത്തി കഴിയുമ്പോൾ ആ കട്ടിലിനേക്കാൾ നീളമുണ്ട് ആൾക്കാർക്കെങ്കിൽ അതിന്റെ നീളമുള്ള ഭാഗം മുറിച്ചു കളയും. ചില കയ്യോ തലയൊക്കെ ആയിരിക്കും മുറിച്ചു കളയും. ഇനി പിടിച്ചുകൊണ്ടിരുന്ന ആൾക്ക് വലിപ്പം കുറവാണെങ്കിൽ പ്രോഗ്രസ് ആ കട്ടിലനുസരിച്ച് വലിച്ച് നീട്ടി ചവിട്ടി വലിച്ച് നീട്ടും എന്നുള്ളതാണ്. രണ്ടായാലും ആൾക്കാർക്ക് ജീവമൃത്യു സംഭവിക്കും. ഇതുപോലെയാണ് പലപ്പോഴും ചില മാതാപിതാക്കൾ ഈ കട്ടിൽ വലിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കുകയും അവരുടെ ഒരു നീളത്തിനും വണ്ണത്തിനും അനുസരിച്ച് മക്കൾ വളരണം എന്ന് ശഠിക്കുമ്പോഴാണ് പലപ്പോഴും കുട്ടികളിൽ പലതരത്തിലുള്ള വളർച്ചയിലെ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. സാർ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മാറിയ കാലഘട്ടങ്ങൾ, പ്രത്യേകിച്ച് പണ്ടൊക്കെ നമുക്ക് ഒരു 10 മണിയാകുമ്പോൾ 11 മണിയാകുമ്പോൾ ഇവിടെ പഠനം നിർത്തുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. കുട്ടികൾക്ക് ഒരു സമയം അങ്ങോട്ട് പോയി ഒരു 2 മണി വരെ പഠിച്ച് കിടന്നുറങ്ങി ഒരു 8 മണിക്ക് എഴുന്നേൽക്കുന്നതാണ് ഇപ്പോഴത്തെ ശീലം. അപ്പോൾ അത് ഈ മാറിയ കാലഘട്ടങ്ങളിലാണ് കൂടുതൽ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ അവർക്ക് രാത്രി കുറച്ചും കൂടെ താമസിച്ച് കിടക്കാനാണ് അവർക്ക് ഇഷ്ടവും താല്പര്യവും. അവർക്കാണ് കുറച്ചും കൂടെ അങ്ങനെ പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ അവർക്ക് ഏകാഗ്രതയിലേക്ക് ലഭിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഒരു ശാരീരിക നിലയ്ക്ക് അനുസരിച്ചുള്ള പഠന രീതികൾ കുട്ടികൾ ആവിഷ്കരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സൊന്ന് വിശാലമാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ മുമ്പോട്ട്. അപ്പം പലപ്പോഴും നമ്മളെ ഈ ഡിസിപ്ലിനെ സംബന്ധിച്ച് ചിലപ്പോൾ ചില രക്ഷിതാക്കൾ പറയും. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു DO ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കുട്ടികളെ പലപ്പോഴും പഠിപ്പിക്കുന്നതിന് ഭാര്യയും ഭർത്താവും കൂടെ അവരുടെ അച്ഛൻ ചെയ്യുന്നൊരു കാര്യമാണ്. അവർ ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ മുൻപിലേക്ക് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുട്ടികൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അവരുടെ അയൽവക്കത്തുള്ള പല ആൾക്കാരും ഇങ്ങനെ ഡിസിപ്ലിൻ ഇല്ലാണ്ട് വളർന്ന ആൾക്കാർക്കുണ്ടാകുന്ന അപകടങ്ങൾ, അവിടെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കാതെ വളർന്ന ആൾക്കാർക്കുണ്ടാകുന്ന അപകടങ്ങൾ ഒക്കെ അവരിങ്ങനെ അവരിങ്ങനെ പറയും, സംഭവങ്ങളൊക്കെ. അയ്യോ, അത് ഭയങ്കര സങ്കടമായി പോയല്ലോ എന്നൊക്കെ അവർ പങ്കുവയ്ക്കാറുണ്ട്. അപ്പം ഈ ടീച്ചർ പറയാണ്, ടീച്ചർ വലുതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഈ കഥകളൊന്നും ആ കഥയുടെ അവസാനം അങ്ങനെയൊന്നും ആയിരുന്നില്ല. മറിച്ച് മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവരുപയോഗിച്ച ഒരു ടൂളായിരുന്നു. അയൽവക്കത്തുള്ള അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടായ ജീവിതത്തിൽ അപകടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ കുറച്ചും കൂടെ മനോഹരമായിട്ട് അത് വർണ്ണിച്ച് അതിലൂടെ കുട്ടികൾ അതൊരു ചർച്ചയായിട്ടൊക്കെ പലപ്പോഴും വീട്ടിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പൊ അതൊരു മനോഹരമായ ടൂളാണ്. ഉപദേശിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള മാതൃകകളും ജീവിതവും ഒക്കെയാണ് കുട്ടികൾ കുറച്ചും കൂടെ ഇഷ്ടമെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോഴൊക്കെ ഇപ്പം നമ്മൾ വഴക്ക് പറയുന്നതിനേക്കാൾ ഇങ്ങനെയൊക്കെ മാറ്റി സംസാരിക്കുക. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിരുന്നു, കുട്ടി അത് ചെയ്തില്ല. അപ്പൊ വണ്ടി കഴുകണം എന്ന് പറഞ്ഞിരുന്നു, ഏൽപ്പിച്ചു പോയി. കുറച്ച് കഴിയുമ്പോൾ വണ്ടി കഴുകിയിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് ആ കാര്യത്തെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇവിടെ ഒരാള് വണ്ടി കഴുകി സൂപ്പർ ആവണമെന്നൊക്കെ പറഞ്ഞിരുന്നു, വണ്ടിയുടെ അവസരം തന്നെയാണ്. ഇങ്ങനെ സ്വല്പം ഒരു ഇതെന്താ കഴുകി തരുമാവോ, ഞാൻ തന്നെ കഴിയേക്കാം എന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ശകാരമല്ല, മറിച്ചൊരു ഓർമ്മപ്പെടുത്തലാണ്. കുട്ടികൾ പലപ്പോഴും മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടത് ചെയ്യാത്തതായിരിക്കും, ഓടി നിന്ന് ചെയ്തെന്ന് വരും. അപ്പൊ അങ്ങനെ ഈ വഴക്ക് പറയുന്ന രീതിക്ക്
ചില മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ കുറേയും കൂടെ ഹൃദയത്തിലേക്ക്, കുട്ടികളുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊരു കാര്യം, പലപ്പോഴും നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്വന്തമായി ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കൊടുക്കണം, കുട്ടികളായിരിക്കുമ്പോൾ കൊടുക്കണം. ഉദാഹരണമായിട്ട് എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ തീരുമാനിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറി ഉദാഹരണമായിട്ട് ഏത് ബുക്ക് വായിക്കണം, ഏത് ഡ്രസ്സ് ആഴ്ചയിലിടണം, അല്ലെങ്കിൽ ഏത് പുസ്തകങ്ങൾ വായിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഫാഷൻ, കുട്ടികളുടെ ഡ്രസ്സിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ തലമുടി വളർത്തുന്നതിനെ കുറിച്ച്, അതോടൊപ്പം തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ചൊക്കെ. എനിക്കും പലപ്പോഴും കുട്ടികളിങ്ങനെ തലമുടി നീട്ടി, പ്രത്യേകിച്ച് ഇപ്പം കാണുന്ന തലമുടി മുമ്പോട്ട് ഇങ്ങനെ നീട്ടി കണ്ണുവരെ ഇങ്ങനെ മൂടി നടക്കുന്നതാണ് കുട്ടികളുടെ ഒരു ശൈലി. നിങ്ങൾക്കും തോന്നുന്നു ഈ കുട്ടികളുടെ തലമുടി നീട്ടുന്നതിനെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ധാരാളം ആശങ്കകളുണ്ട്? എന്താണ് നമ്മുടെ ഒരു അഭിപ്രായം? അല്ലെങ്കിൽ കുട്ടികളെ അതിനനുസരിച്ച് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും, പക്ഷെ അതിന് നമ്മൾ എങ്ങനെ സമീപിക്കണം? സാറേ ആക്ച്വലി അതെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അതായത് നമ്മളെ ഒരു കാലഘട്ടത്തിൽ, കാരണം ഞാൻ ചെറുതായ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, നമ്മളെ സഞ്ജയ് ദത്ത് ഇവരൊക്കെ മുടി നീട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു, ബാക്കിൽ മുടി നീട്ടിയ ആ ഒരു ട്രെൻഡ് ഇപ്പോഴും വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ട്, കാരണം ഇത്തിരി വൃത്തിയിൽ നടന്നൂടെ എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയാണ്. പക്ഷെ അത് നമ്മളൊരു പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഒരു സാധാരണ ഇപ്പൊ ഒരു മിലിറ്ററിയിലുള്ള ആള് മുടി താടി നീട്ടി നടക്കുന്ന ഒരു ഇന്നത്തെ ട്രെൻഡ് അല്ലല്ലോ. പക്ഷെ കുട്ടികൾക്ക് അവരുടേതായ ഒരു ലോകം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഞാൻ എന്റെ മോനെ ചീത്ത പറയെങ്കിലും ഉള്ളിൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. സാറേ എന്റെ ടിൻസ് ആണ് മക്കള്. അപ്പൊ ഒരുത്തൻ ഇപ്പൊ മുടി നീട്ടിക്കൊണ്ടാ, എനിക്കറിയാം അവരോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവര് നീട്ടും. അപ്പൊ ഞാൻ ഇതേ വിചാരിച്ചിട്ടുള്ളൂ, അവര് നീട്ടിക്കോട്ടെ. കുറച്ച് കഴിയുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമല്ലോ. ആ ബുദ്ധിമുട്ട് അത് ശരിക്കും കൺസിസ്റ്റൻസി ആയിട്ട് അത് പരിപാലിച്ചു പോണം. ഇപ്പൊ അത് മകളോടൊക്കെ ചോദിച്ച് എങ്ങനെയാണ് പിന്നെ ചെയ്യേണ്ടത്, അങ്ങനെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് അവൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് മുടിയൊക്കെ നീട്ടി ഒരു എയർ ബാൻഡ് ഒക്കെ വെച്ചിട്ട്, അപ്പൊ കമ്പനിയിലാണ് പോകുന്നത്. അപ്പൊ കമ്പനിയിൽ അവർക്ക് പ്രശ്നവും ഇല്ലായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചോ നീട്ടട്ടെ, അത് സമയമാകുമ്പോ വെട്ടിക്കോളുന്ന വിചാരിച്ചത്. കാരണം ഇപ്പൊ അവരോട് ഞാൻ എതിർക്കാൻ പോയിട്ട് കാര്യമില്ല. 25 വയസ്സിലേക്ക് കയറുക. അപ്പൊ ഇപ്പൊ അവർക്ക് അറിയാം അവരെന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം. നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ദേഷ്യം കൂടും, അവർക്ക് വാശി കൂടും. അതേ സമയത്ത് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും അവര് അവരുടെ ഇഷ്ടത്തിന് പോട്ടെ എന്നുള്ള രീതിയിൽ ഇപ്പൊ വെച്ചിരിക്കുകയാണ്. ഹലോ സാർ. സാറേ അറിയോ, അല്ല ഇത് വലിയൊരു വിഷയമാണ്. ഒത്തിരി ഡിസ്കഷനും ഒത്തിരി ചർച്ചകളും ഒത്തിരി പരാതികളും ഒക്കെ പോയിട്ടുള്ള കേസാണ്. ഞാൻ കോളേജിലാണ്. അപ്പോൾ കോളേജിലെ പ്രശ്നത്തിൽ എനിക്ക് 2 ആൺമക്കളാണ്. ഈ നമ്മുടെ പുലിമുരുകൻ സിനിമ ഇറങ്ങിയ സമയത്ത് അതിൽ മോഹൻലാലിന്റെ ചെറുപ്പകാലം അഭിനയിച്ച കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ ചാടി വന്ന് മോഹൻലാലിൽ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ, ഇങ്ങനെ മുടി ഇങ്ങനെ നല്ല ഭംഗിയാ പയ്യന്റെ. കണ്ടിട്ടുള്ളവരാ ആ സിനിമയിൽ. അപ്പൊ ആ മുടി കണ്ടിട്ട് എല്ലാവരും ഒയ്യോ സൂപ്പർ സൂപ്പർ. അപ്പൊ ആ കുട്ടിയുടെ ആ ഒരു മുടി സൂപ്പർ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ ഇച്ചിരി മുടിയൊന്നും നീട്ടി വളർത്തി ഭംഗിയായിട്ട് ഇടണമെന്ന് ഇല്ല, ഒരാളെ സമ്മതിക്കത്തില്ല കുട്ടികളെ. നമ്മൾ കാണാറുണ്ട് ബാർബർ ഷോപ്പിലൊക്കെ ചില കുട്ടികളെ നിർബന്ധിച്ചു കൊണ്ടുവന്ന കുട്ടികളുടെ ഇഷ്ടം പോലും കേൾക്കാതെ. ഇപ്പം നമുക്കറിയാം, നമുക്ക് ആണുങ്ങൾക്കാണ് പെട്ടെന്ന് ഈ മുടി കൊഴിച്ചിലുണ്ടാകുന്നതും കഷണ്ടി ആകുന്നതും. സാറും ഞാനും ഒക്കെ കുനിഞ്ഞു കഴിഞ്ഞ ഇതാ അവസ്ഥ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് തലയിൽ മുടി നന്നായി വളർന്നിരുന്ന ഒരു സമയത്ത് അമ്മ കൊണ്ടുപോയി മറ്റേ കടയിൽ കൊണ്ടുപോയിട്ട് പറ്റവെട്ടൊന്ന് സൂര്യമാനസം സ്റ്റൈലിൽ നടന്നു. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മുടി വളർത്താമെന്നായപ്പോ ഇതിനകത്തൊന്നും ഇല്ലേ താനും. ഈ അതാണ് എന്റെ മക്കളും പറയുന്നത്. സത്യം, ഈ ഒരു ഏജിൽ മാത്രമാണ് അവർക്ക് ആ ഒരു ഭംഗി. അത് അവരുടെ മുടി വളർത്തുക, അവരുടെ ഇഷ്ടം, അവരുടെ സൗന്ദര്യബോധം, അവരുടെ കോൺഫിഡൻസ് ആണ് സാർ. കോളേജിലൊക്കെ കുട്ടികൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു വളർത്തിക്കോ. എൻ്റെ 2 ആമക്കൊക്കെ ഞാൻ സ്കൂളിലേക്ക് പ്രത്യേക റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഞാൻ മെയിലും അയച്ചു, റിപ്ലൈ ഒന്നും തന്നില്ല അദ്ദേഹം മുടി വളർത്തുന്നതായിട്ട് ബന്ധപ്പെട്ട്. 2 ആൺകുട്ടികളാണ്, 2 പേർക്കും ഞാൻ മുടി വളർത്തുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഞാൻ സ്കൂളിൽ പ്രത്യേകം പെർമിഷൻ എടുത്തു, റിക്വസ്റ്റ് കൊടുത്തു. പിന്നെ ഇളയ മോനെ മോഡലിങ്ങിന് കൊണ്ട് ചേർത്തിട്ട് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റും വാങ്ങിച്ചു കൊടുത്തു മുടി വെട്ടാതിരിക്കാനായിട്ട്. കാരണം അവർക്കൊരു ഇഷ്ടമാണ്, അവർക്ക് ഭംഗിയാണത്. അപ്പോൾ നല്ല ഭംഗിയാണ് ആൺകുട്ടികൾക്ക് മുടി വളർത്തുന്നത്. ആൺകുട്ടികളുടെ മുടിയിലും ആൺകുട്ടികളുടെ ഡ്രസ്സിലും ഒക്കെ ഭയങ്കരമായിട്ട് ഇത് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്ത സമയത്തും ഉണ്ട്.
ഭയങ്കരമായിട്ട് ടീച്ചേഴ്സ് ആണെങ്കിൽ പറയും, പാരൻസ് ആണെങ്കിൽ പറയും, ഇച്ചിരി മുടി വളർത്തി എന്താ ഭംഗി ആ കുട്ടികൾക്ക്. പക്ഷെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമ്മളോട് സപ്പോർട്ട് ചെയ്താൽ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് പോകും. അത് വളർത്തണം, വളർത്തുന്നത് അവരുടെ ഇഷ്ടത്തിന് വളർത്തിക്കോട്ടെ. കാരണം കുറച്ചൊന്നും ആയിക്കഴിഞ്ഞാൽ സാർ ഒരു കോർപ്പറേറ്റിലാണോ ഒരു ജോലിയിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇല്ല, പോയി മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു. 10 ദിവസം ഹെൽമെറ്റ് വെച്ച് നടന്നു കഴിഞ്ഞാൽ മുടി മൊട്ടയായി തീർന്നു. അതാണ് അവസ്ഥ. പിന്നീട് ആയിക്കഴിഞ്ഞാൽ 35-40 ഒക്കെ ആകുമ്പോഴേ മുടി കൊഴിയുന്ന ശീലമുള്ള ഇതാണ് ഇല്ല, തലയിലില്ല. അപ്പോൾ ഇപ്പം ഇല്ലാത്തവർക്കറിയാം എൻ്റെ വിഷമം. ഉള്ള സമയത്തെങ്കിലും കുട്ടികൾ മനോഹരമായിട്ട് വളർത്തിയിട്ടോട്ടെ. അമ്മമാർ നിങ്ങൾക്ക് വിഷമിക്കണ്ട, അവർ ഭംഗിയായിട്ട് നടക്കട്ടെ. ആ പെൺകുട്ടികൾ വളർത്തുന്ന പോലെ അവരുടെ പോലെ തന്നെ ഡ്രസ്സ് ഇടട്ടെ. അവർക്കും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്കും സൗന്ദര്യവും ബോധമൊക്കെ ഉണ്ട്. സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, Thank you, sir. സാറേ നല്ലൊരു സാറേ നിരീക്ഷണം, എനിക്ക് നല്ലൊരു ഇതുപോലെ നിരീക്ഷണം. ഒരു അനുഭവം ഉണ്ട്. എന്റെ മോൻ +2 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മുടി നീട്ടിയപ്പം ഹസ്ബൻഡ് നിർബന്ധിച്ചിട്ട് അത് വെട്ടി. അത് കഴിഞ്ഞ് +2ലേക്ക് വെട്ടി കഴിഞ്ഞപ്പോ കക്ഷി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കരിയാപ്പില വച്ചയ്ക്ക് വറച്ച് തിന്നിട്ട് മുടി വളർത്തുന്ന ഒരു ടെൻഡൻസിയിലേക്ക് വന്നു. അങ്ങനെ +2 പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം പ്രിൻസിപ്പാൾക്ക് ഭയങ്കര നിർബന്ധം, മുടി വെട്ടിയേ പറ്റുള്ളൂ. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാനിത് കാണുന്ന ആളായതുകൊണ്ട് അവന് മുടി വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങൂല, ആരുമായിട്ട് മിങ്കിൾ ചെയ്യൂല, അങ്ങനത്തെയൊക്കെ ഒരു വിഷമായിരുന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞു, ഇനി നമുക്ക് അത് ചെയ്യണ്ട, നിർബന്ധിച്ച് അവൻ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ +2 എത്തിക്കഴിഞ്ഞപ്പോഴാണ് പ്രിൻസിപ്പാൾ എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ അവന്റെ തലയിൽ മുടി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല, പിന്നെ എനിക്ക് എന്റെ കുട്ടിയാണ് വലുതെന്ന് പറഞ്ഞു. കാരണം ആ ഉടനെയായിരുന്നു വയനാട്ടിലൊക്കെ ആത്മഹത്യകളൊക്കെ നടന്ന, പേരന്റ് നിർബന്ധിച്ച് മുടി വെട്ടിയത് കാരണം കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു പ്രവണത ആ സമയത്തായിരുന്നു കണ്ടത്. അപ്പൊ ഞാൻ ഇത്രേ വിചാരിച്ചുള്ളൂ, എനിക്ക് എന്റെ കുട്ടിയാണ് വലുത്, അവന്റെ തലയിൽ മുടി ഇരുന്നത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് ചിന്തിച്ചു. സാറ് ഭയങ്കര പ്രശ്നമായിരുന്നു, എന്നും വിളിപ്പിക്കും. അപ്പൊ എന്നോട് ചോദിച്ചു, സൺഗ്ലാസ് ഫിറ്റ് ചെയ്യരുത് എന്ന് വണ്ടി ഗവൺമെന്റ് നിർബന്ധിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ജീവനില്ലാത്ത ഒരു വസ്തുവാണ്. കാറെന്ന് പറഞ്ഞാൽ കാറിൽ എന്ത് വേണേലും നമുക്ക് ചെയ്യാം. ഇത് ജീവനുള്ള ആളായതുകൊണ്ട് ചിന്തിക്കുന്നത് പലതരത്തിലായിരിക്കും. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല സാറേ. സാറിന്റെ സ്കൂളിലെ റൂൾസ് സാറ് നടപ്പാക്കുക, പക്ഷെ സാർ അവനെ കൗൺസിലിംഗ് ചെയ്ത് മുറിപ്പിക്കാൻ പറ്റുമെങ്കിൽ മുറിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അത് ഈ ഒരു പ്രായം വരെയുള്ളൂ സാറേ. ഇപ്പോഴൊക്കെ ഓക്കെയാണ്, മുടിയൊക്കെ കറക്റ്റ് ആയിട്ട് വെട്ടിയാണ് കൊണ്ടു നടക്കുന്നത്. ആ ഒരു 3-4 വർഷം ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല സെഷനാ. ഇത് നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞോട്ടെ. ഞാൻ ഈ ക്ലാസ് കേൾക്കുമ്പോഴേ ഇപ്പൊ നമ്മളൊക്കെ ഒരു സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പേഴ്സണൽ ഹൈജീനും ഗ്രൂമിങ്ങിനൊക്കെ ആയിട്ട് പരമാവധി ഒരു ബാർബർ ഷോപ്പിൽ പോകും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ലല്ലോ. അവര് അത്യാവശ്യം നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ നേരത്തെ സർ പറഞ്ഞ പോലെ അവരുടെ കോൺഫിഡൻസിന് എന്തൊക്കെയാണോ വേണ്ടത് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം തന്നെയാണ് എനിക്കും തോന്നുന്നത്. പിന്നെ ഈ പറയുന്ന ആളുകളൊക്കെ നമ്മുടെയൊക്കെ പഴയ ഫോട്ടോ എടുത്ത് നോക്കിയാൽ അറിയാം എങ്ങനെയായിരുന്നു നമ്മളൊക്കെ എന്നുള്ളത്. അപ്പം മനസ്സിലാവും, നമ്മളും ഒരു കാലത്ത് ഇതുപോലൊക്കെ അന്നത്തെ ഒരു സ്റ്റൈല് എന്താണോ അതിനനുസരിച്ച് തന്നെയാണ് വളർന്നതും ഇപ്പോഴുള്ള അവസ്ഥയിൽ എത്തിയതൊക്കെ. ഓക്കെ സാർ. മറ്റാർക്കെങ്കിലും സജഷൻ? ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഈ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. തലമുടി കുട്ടികൾ വളർത്താൻ ആഗ്രഹിക്കുകയും പക്ഷേ പുറത്തുനിന്ന് ടീച്ചേഴ്സ്, സ്കൂളിൽ നിന്നാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അയൽവക്കംകാരാണെങ്കിലും നമ്മുടെ അഭിലാഷാംക്ഷികളൊക്കെ ആണെങ്കിലും, നിങ്ങളിങ്ങനെ നാട്ടുകാരെയൊക്കെ ഉപദേശിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചിലപ്പോൾ ഒരു മറുചോദ്യം നമ്മളോട് ചോദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് നല്ല സജഷൻസ് കിട്ടി. മറ്റാർക്കെങ്കിലും? ഹായ് സർ. പിന്നെ എന്റെ മോൾക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, നല്ല. അപ്പൊ അവള് എൻ്റെ അടുത്ത് വെച്ചു, ഉമ്മ ഞാനിതൊന്ന് കുറച്ച് വെട്ടട്ടെ, എനിക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖാണല്ലോ എന്ന്. അപ്പൊ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് അതിന്റെ അത് മനസ്സിലാവണ. പിന്നെ അവൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോ നല്ല തലവേദന. അപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോഴും ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞില്ലേ വെട്ടണ്ടാന്ന് പറഞ്ഞത് അവളുടെ മനസ്സിൽ കയറി. അപ്പൊ ആ ഒരു ഇതിനാണ് അവൾക്ക് ആ തലവേദന വന്നത്. ഇപ്പോഴാണ് സാറേ ഇതൊക്കെ മനസ്സിലാവണം. അന്നൊക്കെ ഇങ്ങനത്തെ ക്ലാസ് ഒക്കെ കേട്ടിരുന്നെങ്കിൽ. ഓ ഓക്കെ. ഓക്കെ, ഹലോ സാറേ, കേൾക്കാം. നമ്മള്
പേരൻസിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു. നമ്മൾ പേരൻസിന് ഈ മക്കളെ മുടി ഇഷ്ടമാണെങ്കിലും നമ്മുടെ ഒരു ഇത് നമ്മളെ മക്കളെ മുടി കണ്ടു മറ്റുള്ളവർ പറയുമല്ലോ, അവളെ മോന്റെ മുടി കണ്ടോ, അവ മോൻ അങ്ങനെയാണ്, അങ്ങനെ പറയുന്ന പേടിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളുടെ മേലെ ഒരു ഇത് കൊടുക്കുന്നത്, അത് വെട്ടണം വെട്ടണം എന്നുള്ളത് മറ്റുള്ളവരെ പേടിച്ചിട്ട്. പക്ഷെ ഇന്നത്തെ ജനറേഷന് മറ്റുള്ളവരെ ഒരു പേടിയില്ല, അവരുടെ ഇഷ്ടം അവർ നടത്തുന്നു. ഒരു കണക്കിന് അതല്ലേ വേണ്ടത്, അതല്ലേ നല്ലത്. അതെ സർ സർ കേക്കാം സർ അത് പണ്ട് ഈ പെൺകുട്ടികളാരും പാൻ്റ് ഒന്നും ഉപയോഗിക്കുമായിരുന്നില്ല യഥാർത്ഥത്തിൽ പറഞ്ഞു. നമ്മുടെ കാലത്ത് പിന്നെ സ്കേർട്ട് പിന്നെ ഹാഫ് സാരി ഒക്കെ ഉടുത്തു വരുന്ന, അപ്പൊ അത് ഉടുക്കാനും അത് കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇന്ന് നോക്കൂ, എല്ലാവരും ഷർട്ടും പാൻറ്റും ഇടുന്നു. അതിൽ എത്ര മനോഹരമായിട്ടാണ് അവർ പോവുകയും വരികയും ചെയ്യുന്നത്. പിന്നെ ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നീ മുടിയും കൂടെ നീട്ടിയാൽ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം മനോഹരമാണ്. സത്യത്തിൽ അവരെ അനുവദിക്കുക, നമ്മൾ ജെൻസി അവരെ അനുവദിച്ചോട്ടെ, ഭംഗിയായിക്കോട്ടെ, എത്ര വൃത്തിയായിട്ട് അവർ നടക്കുന്നത്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ 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 ഇപ്പൊ നമ്മള് ഒരു പ്രശ്നത്തെ നമുക്ക് പല രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മൾ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുകയും കൂടെ വേണം. അപ്പൊ നമ്മൾ അധ്യാപകരാണെങ്കിലും അവരുടെ ഒരു അവസ്ഥ വെച്ചാൽ സ്കൂളിലെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഒരേപോലെ ഡ്രസ് ഇടണം, അതോടൊപ്പം തലമുടിയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് അധ്യാപകർ ഈ നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ചില കുട്ടികൾക്ക് ഇങ്ങനെ വളരെ സ്വന്തമായി കൊണ്ടു നടക്കുന്ന ചില വ്യാമോഹങ്ങളുണ്ട്. മുടി വളർത്തി മനോഹരമായി നടക്കണം എന്നുള്ള ആഗ്രഹം. അപ്പം മറ്റുള്ളവർക്ക് ദോഷകരമാകാത്ത രീതിയിൽ നടക്കുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. അപ്പോൾ വീണ്ടും ഞാൻ നമ്മുടെ കുട്ടികളുടെ ഒരു പ്രത്യേകതകൾ, പ്രത്യേകിച്ച് ഈ കുട്ടികളായിരിക്കും, കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ അകാരണമായി പലപ്പോൾ ചില പേരൻസ് ഒക്കെ ദേഷ്യം, നമുക്ക് ഇതിനെക്കുറിച്ചുള്ള പല അവ്യക്തതകളും ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ 3 തരത്തിലുള്ള സ്വഭാവങ്ങൾ കുട്ടികൾ കാണിക്കാറുണ്ട്. അതിന് പറയാറുള്ളത് പ്രകൃതി, വികൃതി, സംസ്കൃതി എന്ന് പറയാറുണ്ട്. പല സ്വഭാവങ്ങളും ഈ 3 തരത്തിൽപ്പെട്ടതായിരിക്കും. പലപ്പോഴും ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂള് അടി അല്ലെങ്കിൽ വഴക്ക്, ഉപദേശം തന്നെയായിരിക്കും. ഉദാഹരണമായിട്ട് പിന്നെ ഒരു സ്കൂളിലേക്ക് രാവിലെ കുട്ടികൾ വരുന്നു, സ്കൂള് ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്, നേരത്തെ വരുന്ന കുട്ടി സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കുട്ടി അവിടെ കാത്തു നിൽക്കും, ഗേറ്റ് പിന്നെ വാച്ച്മാൻ വന്നിട്ട് അല്ലെങ്കിൽ സ്പ്യൂൺ വന്നിട്ട് സ്കൂളിൽ തുറന്ന് തരാൻ വേണ്ടിയിട്ട്. അത് കുട്ടിയുടെ സംസ്കൃതിയാണ്. എന്നാൽ ചില കുട്ടികൾ അതിൻ്റെ കുറച്ചും കൂടെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ആ ഗേറ്റിന്റെ മുകളിൽ കൂടെ കയറി ചാടി ക്ലാസ് മുറിയിലേക്ക് ഓടിപ്പോകും. അത് കുട്ടികളുടെ പ്രകൃതിയാണ്. എന്നാൽ മറ്റ് ചില കുട്ടികൾ, വളരെ ചുരുക്കമുള്ള കുട്ടികളാണ്, അവരെന്ത് ചെയ്യും? അവര് ആരെയും കണ്ടില്ലെങ്കിൽ ഒരു കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് ആ ഗേറ്റിന്റെ പിന്നെ പൂട്ട് ഇടിച്ചു പൊളിച്ച് അത് വാതിൽ തുറന്ന് അകത്തേക്ക് വരും. അത് വികൃതിയാണ്. അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പറയണം, നമുക്ക് ഉടനെ ഓഡിയോ വിഷ്വൽ റൂമിലേക്ക് പോയിട്ട് നമുക്കൊരു ചെറിയ ഫിലിം കാണാമെന്ന് കുട്ടികളോട് പറയുന്നു. കുട്ടികളെല്ലാം ഇറങ്ങി പെട്ടെന്ന് ക്ലാസ്സിലെ ഈ ഓഡിയോ വിഷ്വൽ റൂമിലേക്ക് പോകുന്നു. ഓഡിയോ വിഷ്വൽ റൂമിൽ ആദ്യം വന്ന് ചില കുട്ടികൾ ആദ്യമേ വന്നിരിക്കും. എന്നാൽ ചില കുട്ടികൾ ഓടി വരുന്ന ആൾക്കാർക്കിട്ട് കാല് നീട്ടി വെച്ചിട്ട് അവനെ ഉരുട്ടി വീഴ്ത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? അത് വികൃതിയാണ്. എന്നാൽ ചില കുട്ടികൾ കസേര, അവസാനം വരുന്ന കുട്ടിക്ക് ഒരു കസേര കിട്ടാതെ അവൻ ഇങ്ങനെ പരിഗി നിൽക്കുമ്പോൾ അവനിങ്ങനെ ചെരിഞ്ഞു കൊടുത്ത് അവന്റെ കസേരയിൽ ഒത്തിരി ഇടം കണ്ടെത്തി അവനെ അവിടെ അവൻ ഇരുത്തുന്നുണ്ടെങ്കിൽ അത് സംസ്കൃതിയാണ്. ക്ലാസ്സിലേക്ക് പിന്നെ സിനിമ കാണാം അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് പോകാമെന്ന് പറയുമ്പോഴേക്കും തന്നെ ചാടി ഇറങ്ങി ഓടുന്നത് കുട്ടിയുടെ പ്രകൃതിയാണ്. അപ്പോൾ കുട്ടികളെ വളർന്നുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ കുട്ടികൾ കാണിക്കുന്ന ശിശു സഹജമായിട്ടുള്ള ആ പ്രകൃതിത്വത്തെ അത് വികൃതിയായി പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട്, മാതാപിതാക്കളെ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് മനസ്സിലാക്കി അത് കൊടുക്കാവുന്നതാണ്. കുട്ടികളുടെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞാൽ എപ്പോഴും പുതുമയും പെട്ടെന്ന് അവരുടെ ക്വിക്ക് റെസ്പോൺസ് ആണ് അവരുടേത്. പക്ഷെ അത് വികൃതിയായി പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ വികൃതിയായി വരുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ. 1 or 2 പ്രാവശ്യം അത് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒരിക്കൽ ഞാനും എൻ്റെ മോനും കൂടെ ഒരു കല്യാണത്തിന് ഭക്ഷണം കഴിക്കാൻ പോയ കാര്യം ഞാൻ ഓർക്കുക. അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ആണ് കൊണ്ടുവച്ചത്. അപ്പോൾ ആ ഗ്ലാസ് എടുത്ത് അവനിങ്ങനെ കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഗ്ലാസ് ഇച്ചിരി ചൂടുള്ള വെള്ളമായിരുന്നു. ഗ്ലാസ്സിൽ പിടിച്ചപ്പോഴേക്കും ഗ്ലാസ്സിനായിരുന്നു വെള്ളം പിട്ലായെന്ന് പുറത്തോട്ട് ഒഴുകി ചോറിലേക്കൊക്കെ വെള്ളം ചാടി.
അപ്പൊ ഞാൻ അവൻ എൻ്റെ പേടിയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ചോറിനകത്തൊക്കെ മുഴുവൻ വെള്ളമായി. പക്ഷെ ഞാൻ അവന് കൈകൊണ്ട് തട്ടി ഞാൻ ആ ഇലയെ ചരിച്ച് ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുകയുണ്ടായത്. അതിന് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൻ വീട്ടിലെ ചില്ല് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് അവന് പരിചയമുള്ളത്. അപ്പൊ ആ ചില്ല് ഗ്ലാസ്സിന് കൊടുക്കുന്ന ഒരു മർദ്ദമാണ് ഈ ഗ്ലാസ്സിനും കൊടുത്തത്. അപ്പോൾ പക്ഷെ അത് എങ്ങനെ പ്ലാസ്റ്റിക് ഗ്ലാസ് ഉപയോഗിക്കണമെന്ന് അവന് ശീലത്തിലൂടെ അവൻ മനസ്സിലാക്കുകയുള്ളൂ. പലപ്പോഴും ഈ ശീലത്തിലേക്ക് എത്താനുള്ള ചില എക്സ്പെരിമെന്റുകളാണ് കുട്ടികൾ നടത്തുന്ന ചില വികൃതികളായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ അപ്പം 2-3 പ്രാവശ്യം അത് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ അവന് ഈ ഗ്ലാസ് എങ്ങനെ ഉപയോഗിക്കാം എന്നവന് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ചെറിയ അവരുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ കുറവുകൾ കാണുമ്പോൾ അത് അവരുടെ ആ വളർച്ചയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അവരുടെ പ്രകൃതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കുട്ടികളെ നമ്മൾ തിരുത്തുകയും മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതലും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂള്, പാരന്റിങ്ങിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂള് അഭിനന്ദനം എന്നുള്ള ടൂളാണ് മനസ്സിലാക്കുന്നത്. ഏതൊരാളെ നനയ്ക്കുകയും കുളിർക്കുകയും ചെയ്യുന്ന ഒരു മഴ പോലെയാണ് ഈ അഭിനന്ദനങ്ങൾ. അപ്പോൾ ഒരു പാട്ടുണ്ട്, മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ അഭിനന്ദനം കൊണ്ട് തളർക്കുകയും കിളിർക്കുകയും ചെയ്യുന്ന ചെടികൾ നമ്മുടെ മനസ്സിൽ ഉണ്ട്. അഭിനന്ദനമാണ് എപ്പോഴും. എന്ന് വെച്ചാൽ കുറേയും കൂടെ പറയുകയാണെങ്കിൽ ആലങ്കാരികമായി കൂടെയുള്ളവരുടെ സുഹൃതങ്ങളെ കണ്ടെത്തുക, ഏറ്റുപറയുക എന്നുള്ളത് വലിയൊരു നന്മയും സുഹൃതവുമാണ്. കൂടെയുള്ളവരുടെ സുഹൃതങ്ങളെ ഏറ്റുപറയുകയും അത് വളർത്തുകയും ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറേയും കൂടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിത പരിസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, വളരാൻ അവളുടെ വിശാലമായ ആകാശത്തിലേക്ക് അവരെ പറത്തി വിടുക. അവർക്ക് നമ്മളുടെ ഒരു കുറവ് കൊണ്ട് എങ്ങനെ ഈ യുവാക്കളെ, പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ വളർത്തുന്നു എന്നതിൻ്റെ ആ കുറവുകൾ, നമ്മളുടെ ഒരു കുറവ് കുട്ടികൾക്ക് ഒരു പീഡനമായ വിഷമമായ വേദനയായോ മാറാതെ കുറേയും കൂടെ നമ്മൾ എക്യുപ്പിഡ് ആയി മാറുക, സ്കിൽഫുൾ ആയി മാറുക, കുട്ടികളെ വളർത്തുന്നതിൽ നമ്മൾ സ്കിൽഫുൾ ആയി മാറുക എന്ന് മാത്രം പറയുകയാണ്. സമയം 8 മണിയായി എന്ന് വിചാരിക്കുന്നത് കൊണ്ട് നിർത്തുകയാണ്. വലിയൊരു വിഷയമാണ്, നമുക്ക് ഇനിയും മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. നിങ്ങളുടെ ഈ ക്ലാസ്സിനെ, ഈ രാവിലെയുള്ള ചർച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കേട്ടാൽ ഉപകാരമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോട്ടോ, എൻ്റെ അടുത്ത്, ഞാൻ മൊബൈലാണ് ഉപയോഗിക്കുന്നത്, 1-2 ഫോട്ടോസ് എല്ലാവരും കൂടെ ഒന്ന് നമുക്ക് അൺമ്യൂട്ട് ആയിട്ട് ഫോട്ടോ ഒന്ന് കാണിക്കുന്ന ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാമായിരുന്നു. എല്ലാവരും ഒന്ന് വീഡിയോയിലേക്ക് വരാമോ? സ്ക്രീൻഷോട്ട് സാർ എടുക്കുന്നുണ്ടോ? ഞാൻ എടുക്കാം, എൻ്റെ മൊബൈലാണ് സാർ, എനിക്ക് അധികം ഫ്രെയിംസ് കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം. എന്തായാലും സെഷൻ കഴിഞ്ഞു അല്ലെ? അല്ല, എനിക്ക് വിഷയം ഇത്തിരി ഉണ്ട്, സമയം തീർന്നത് കൊണ്ടാണ്. സമയം 8 മണി വരെയാണ്. ഇനി ഇതില് പോകുന്നവരൊക്കെ ഉണ്ട്, അപ്പോ നിർത്തേണ്ടി വരും നമുക്ക്. 1-2 ആൾക്കാരുടെ ഒരു ഇവാലുവേഷൻ പ്രതീക്ഷിക്കുന്നു. തരാം, അത് ഉണ്ട്. എന്തായാലും നമുക്ക് സെഷൻ ഇവിടെ, സാറിന്റെ സെഷൻ താൽക്കാലികമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഈ പാരന്റിങ് എന്ന സെഷൻ വളരെ മനോഹരമായ സെഷൻ നമുക്ക് ഇനി വീണ്ടും സാറിന്റെ ഒരു എപ്പിസോഡ് 2 എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ സാറിന്റെ ആ ഒരു ഡേറ്റ് കിട്ടിയാൽ നമ്മൾ അടുത്ത ആഴ്ചയോ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഇത് ഒന്നുകൂടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഇനിയും വരും. ഒരു സാധാരണ അധ്യാപകനായി തുടങ്ങി ഹെഡ് മാസ്റ്ററായും പ്രിൻസിപ്പളായും വളർന്ന് തലമുറകളെ വഴി നടത്തിയ ആ നീണ്ട അനുഭവ സമ്പത്ത് എന്തായാലും താങ്കളുടെ ഓരോ വാക്കിലും അവതരണത്തിലും പ്രകടമായിരുന്നു. കുട്ടികളെ കേവലം വളർത്തുക എന്നതല്ല, അതിനപ്പുറം അവരുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കലാണ് പാരന്റിങ് എന്ന് സാർ ഈ 40 മിനിറ്റിൽ നമുക്ക് പറഞ്ഞു തന്നത്. കുട്ടികളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കുന്നതല്ല, മറിച്ച് അവരെ സ്നേഹത്തോടെ മനസ്സിലാക്കി ശരിയായ ദിശയിലേക്ക് വഴി നടത്തുന്നതിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. എന്തായാലും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു. നൗ വി ആർ ഗോയിങ് ഫോർ ഫീഡ്ബാക്ക്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സാറിന് അയച്ചു തരാം. ഓക്കെ സാർ. ഫീഡ്ബാക്ക്. ഗാലക്സി A37 ഷാഹിദ ടീച്ചറാണെന്ന് തോന്നുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ എഫക്റ്റീവായി. പാരന്റ് എന്ന നിലയിലും ടീച്ചർ എന്ന ആ ഒരു ഫീൽഡിലും ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുണ്ട്. ടൈമിന്റെ ആധിക്യം കൊണ്ടാണ് സാറിനോട് അതിനുള്ള ഇടയിലൊന്നും പറയാതിരുന്നത്. ഇനി നമ്മൾ ഈ കാര്യത്തിൽ പറയുമ്പോൾ നമ്മളെ മക്കളോടും
അതുപോലെ തന്നെ ക്ലാസ്സിലെ കുട്ടികളോടാണെങ്കിലും അതിലെ പോസിറ്റീവ് വശങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചും ഉൾക്കൊണ്ടും മാത്രമേ പറയുള്ളൂ. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നത് ഇതിന്റെ ബാക്കി സെഷനും കൂടെ നൽകണം എന്നായിരുന്നു. അത് മനോജ് സാർ ഇവിടെ പറഞ്ഞു, സാർ ഫ്ലോറിൽ വരും എന്നുള്ളത് പറഞ്ഞു. അത് കേട്ടതിൽ ഒരുപാട് സന്തോഷം. അത്രമാത്രം പാരന്റിങ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു സാർ. നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചറെ. നൗ എലിസബത്ത് മാം, സൂസൻ. സൂസൻ മാം പറഞ്ഞോളൂ. യെസ് ഗുഡ് മോർണിംഗ്. നല്ല മഴയാ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ തകർത്ത് മഴ പെയ്യുക. എനിവേ സാർ, വളരെ നല്ല സെഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. മക്കളെ അവരുടെ ഇൻട്രസ്റ്റും കൂടെ മനസ്സിലാക്കി അവരെ കൂടെ ചേർത്ത് പിടിച്ച് അവരെ റെസ്പെക്ട് ചെയ്ത്, കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അവരെയും റെസ്പെക്ട് ചെയ്ത് അവരുടെ ഇൻട്രസ്റ്റും കൂടെ മനസ്സിലാക്കി നമ്മള് അവരെ അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ പേരന്റ് ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടെന്നുള്ളതാണ് എനിക്കും എന്റെ അനുഭവത്തിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ രീതികളും മാത്രമല്ല അതിനെ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ മനസ്സിലാക്കി അവരുടെ ആഗ്രഹങ്ങളെ ഒക്കെ മാനിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കോൺസിക്വൻസസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ നമ്മൾ അങ്ങനെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലതാണെന്നുള്ളതാണ് എന്റെ ഒരു അനുഭവം പറയുന്നത്. അപ്പൊ സാറും അതൊക്കെ തന്നെയാണ് പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു. താങ്ക് യു സൂസൻ മാം. താങ്ക് യു വെരി മച്ച്. രാധാകൃഷ്ണൻ സാർ പറഞ്ഞോളൂ. സാർ അഭിനന്ദനങ്ങൾ. വളരെയധികം ഇന്നത്തെ ഫ്ലോറിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാറ് ഒരു പാർട്ടിസിപ്പൻസിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു അവതരണം, ഒരുപാട് ആളുകൾ ഇത്രയധികം അഭിപ്രായം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ്സിനിടയ്ക്ക് അവരവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഇപ്പൊ അടുത്തുണ്ടായിട്ട് തോന്നുന്നില്ല. അത്രയധികം അതും വളരെ അവൈലബിൾ ആയിട്ടുള്ള വളരെയധികം കേൾക്കുന്നവർക്കും ഗുണകരമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും പാരന്റിങ് വലിയൊരു സബ്ജക്റ്റ് ആണല്ലോ, എല്ലാവർക്കും ആവശ്യമുള്ള, എല്ലാവരും മനസ്സിലാക്കേണ്ട ഏത് പ്രായത്തിലുള്ള ആളുകൾക്കായാലും. ഇപ്പൊ ഞാനൊക്കെ എന്റെ മക്കളൊക്കെ വലിയ കുട്ടികളായെങ്കിൽ പോലും അപ്പോൾ ഞാനൊരു ഗ്രാൻഡ് ഫാദറാണ്. അപ്പം എനിക്കും അത് ഗുണം ചെയ്യും. എന്റെ പേരക്കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ നിലയ്ക്കും വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു രാധാകൃഷ്ണൻ സാർ. താങ്ക് യു. കുറെ പേര് ഫീഡ്ബാക്ക് പറയാനായിട്ട് റെഡിയായി നിൽക്കുന്നത് കൊണ്ട് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും പറയണം. നജില മാം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് സാർ. നല്ലൊരു സെഷനായിരുന്നു. അപ്പൊ ഇന്ന് ഹെയറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ എന്റെ മോളെ വിടുന്ന തിരക്കിൽ അവള് വേറെ ആർക്കെങ്കിലും ശ്രദ്ധ കൊടുത്താൽ അവളുടെ മുഖം മാറും. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിൻവലിഞ്ഞതാണ്. കാരണം ഹെയറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എന്റെ മോൻ നീട്ടിയൊന്നും വളർത്തില്ല, പക്ഷെ തല നിറച്ച് മുടി അവന് വേണം. അപ്പൊ ഞാൻ അവനോട് ചോദിക്കുമ്പോൾ അവൻ എന്നോട് പറയുന്നത് എന്റെ തല വലുതായത് കൊണ്ടാണ് ഉമ്മി ഞാൻ മുടി ഇങ്ങനെ വളർത്തുന്നതെന്ന്. അപ്പൊ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ് നീ കുറച്ച് മുടി വെട്ടിയിട്ട് ഒരു ഫോട്ടോ ഉമ്മീനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അതിനകത്ത് അവന് നല്ല ഭംഗിയായിട്ട് എനിക്കത് തോന്നി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നല്ല രസമുണ്ട് മോനെ, ഇപ്പോഴാണ് നിന്നെ കാണാൻ ഭംഗി, മുടി കുറച്ച് ഒതുക്കിയപ്പോഴെന്ന്. അപ്പൊ അവനതങ്ങ് പൂർണ്ണതയിലേക്ക് അവൻ വന്നിട്ടില്ല. അപ്പൊ അവന് ഇഷ്ടപ്പെട്ട അവന്റെ കുറച്ച് ലേഡി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ അവളുമാർക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് നീ ഏത് ഫോട്ടോയാണ് നല്ലതെന്ന് പറയാൻ പറഞ്ഞു. അപ്പം ആ കുട്ടികളും പറഞ്ഞത് നിന്റെ ഉമ്മി പറഞ്ഞതാണ് ആദ്യത്തെ ഫോട്ടോ, മുടി വെട്ടിയ ഫോട്ടോയാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവനത് മനസ്സിലായത്. ഞാനും ആ പെൺകുട്ടികളും കൂടെ പറഞ്ഞു കൊടുത്തപ്പോ അവന് കാര്യം മനസ്സിലായി. അവന് ഗ്ലാമർ മുടി ഇച്ചിരി ഒതുക്കിയപ്പോഴാണെന്ന്. അപ്പൊ നമ്മളത് സ്നേഹപൂർവ്വം ശാസിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ബലപ്രയോഗം നടത്തി കഴിഞ്ഞാൽ അവൻ ഇതിൽ കൂടുതൽ മുടി വളർത്തുമെന്നറിയാം. അപ്പൊ ഇത് തന്നെയാണ് പേരന്റിങ് എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവരെ ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് സ്നേഹത്തോടു കൂടിയുള്ള ശാസന കൊടുക്കുക എന്നുള്ളൂ. ഏതായാലും സാറേ ഞാൻ നിർത്തുന്നു. സാറിന്റെ ക്ലാസ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു സാർ. നല്ലൊരു ടൂളാണ്. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ഫീഡ്ബാക്ക് പ്ലസ് നല്ലൊരു മെസ്സേജും കൂടെ തന്നു. അടുത്തത് ബിന്ദു മാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കാരണം പല കാര്യങ്ങളും നമ്മള് കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞിട്ടാണ് ഈ ക്ലാസ് കേൾക്കുന്നത് എന്നുള്ളതാണ് ഒരു വിഷമം. അവരൊക്കെ വലിയവരായി പോയി. പലപ്പോഴും അവര് ആവശ്യപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ നമ്മുടേതായ രീതിയിലേക്ക് കടുംപിടുത്തം പിടിച്ചല്ല ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കാലത്ത് അവരൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പൊ അവര് വലിയ കുട്ടികളായി. പക്ഷെ ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവരെ ഇപ്പൊ ഇന്നലെ എന്റെ മോള് ചോദിച്ച കാര്യം ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ
നമ്മളുടെ അടുത്തല്ല കുട്ടി എന്നുള്ളത് കൊണ്ട് അവര് സേഫ് ആണോ അങ്ങനെ അതായത് നീന്തൽ പഠിക്കണം എന്നുള്ളതാണ് അവളുടെ ആവശ്യം. നീന്തൽ പഠിക്കേണ്ട അത്യാവശ്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ അവര് പോകുന്ന സ്ഥലം കൊള്ളുന്ന സ്ഥലമാണോ നമുക്കറിയില്ലല്ലോ. നമ്മുടെ അടുത്തല്ല കുട്ടി ഉള്ളത്, അവൾ ആലപ്പുഴയാണ് ഉള്ളത്. അപ്പൊ അവിടെ എവിടെയാ പോവുക, സേഫ് ആയിട്ടുള്ള സ്ഥലമാണോ, ഇങ്ങനെയുള്ള പല ചിന്തകളുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്ന് നോക്കിയിട്ട് ചേരാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇപ്പൊ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാ, ഞാൻ എത്ര വലിയ ആളായി എന്നിട്ടും ഇനിയും ഇപ്പൊ എനിക്കറിയില്ലേ സേഫ് ആണോ നോക്കാൻ. അപ്പൊ അങ്ങനത്തെ ഒക്കെ. അപ്പൊ കുട്ടികള് നമ്മൾ അവരുടേതും കൂടെ പരിഗണിക്കണം എന്നുള്ള ആ നല്ല ബോധത്തിലേക്ക് സാറിന്റെ ക്ലാസ് എത്തിച്ചു. താങ്ക് യു. Thank you, Bindu ma'am. Thank you very much. Now, Hema Ranjini Prakash from Thiruvananthapuram. താങ്ക് യു മനോജ് സാർ. ജേക്കബ് സാർ, ഞാൻ ഹേമർജിനി പ്രകാശ് തിരുവനന്തപുരത്തുനിന്ന്. മനോജ് സാർ പറഞ്ഞെങ്കിലും അതെന്റെ എന്താ പറയാ, അതങ്ങ് സാർ സൂപ്പർ സെഷൻ ആയിരുന്നു. അടിപൊളി സെഷൻ. പാരന്റിങ്, അതായത് നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അതോടൊപ്പം അവരോട് ഇപ്പൊ നേരത്തെ ഒരു മാം പറഞ്ഞതുപോലെ സ്നേഹത്തോടെയുള്ള ശാസന നിർദ്ദേശങ്ങൾ അത് അവരനുസരിക്കും. സൂപ്പർ സെഷൻ. അതോടൊപ്പം നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് പകർന്നുന്ന എന്താണോ നമ്മള് അല്ലേ, അപ്പൊ അത് തന്നെ നമുക്ക് ഈ പട്ടാള ചിട്ടയൊന്നുമില്ലാതെ ഇങ്ങനെ സ്നേഹത്തോടു കൂടി മക്കളെ വളർത്തുക. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. ഐ ലവ് യു സോ മച്ച്. സൂപ്പർ സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. Thank you, Hema. Thank you. മുരളിയേട്ടൻ പറഞ്ഞോളൂ. ശരിക്കും ഈ സെഷനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് വളരെ ചുരുക്കി പറയാം. രാധാകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഏറ്റവും ഇന്ററാക്ഷൻ ഉണ്ടായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അതുപോലെ ബിന്ദു മാം പറഞ്ഞപ്പോഴാണ് ശരിക്കും ആലോചിക്കുന്നത്, നമ്മളൊക്കെ പാരന്റിങ്ങിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്നത് കുട്ടികളൊക്കെ വലുതായ ശേഷമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും കേൾക്കുമ്പോൾ ഒന്നുകൂടി നല്ല പാരന്റ് ആവാമായിരുന്നു എന്ന് തോന്നും. പക്ഷെ കുട്ടികളെല്ലാം, എന്റെ മക്കൾ രണ്ടുപേരും നന്നായി പഠിച്ച് നല്ല രീതിയിൽ തന്നെ വന്ന, പക്ഷെ ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് ഒന്നുകൂടി നമുക്ക് പാരന്റ് എന്തെങ്കിലും നന്നാമായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോ ജസ്റ്റ് ഒരൊറ്റ കോട്ട് മാത്രം സാർ ആ അമ്മ അലറുന്നതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു കോട്ട് ഓർമ്മ വന്നു. റൂമിയുടെ വളരെ പ്രശസ്തമായ വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. റേസ് യുവർ വേർഡ്സ്, നോട്ട് യുവർ വോയിസ്. ഇറ്റ് ഈസ് ദ പ്ലസന്റ് റെയിൻ ദാറ്റ് ഗ്രോസ് ദ ഫ്ലവേഴ്സ് ആൻഡ് നോട്ട് ദ തണ്ടർ എന്ന്. അതായത് ഉയരേണ്ടത് നമ്മുടെ വാക്കുകളാണ്, സ്നേഹമുള്ള വാക്കുകളാണ്, ശബ്ദമല്ല. പൂക്കളെ വിരിയിക്കുന്നത് മഴയാണ്, ഇടിയല്ല എന്ന്. ഇത് നമ്മൾ ഓരോ പാരന്റും കുട്ടികളുടെ മുന്നിൽ വെച്ച് വലിയ ശബ്ദത്തിൽ നമ്മൾ പരസ്പരം കലഹം ഉണ്ടാക്കുന്ന പല പാരന്റ്സും ഉണ്ടാവും. അത് ശ്രദ്ധിക്കാറില്ല. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റൂമിയുടെ വാക്കുകൾ എന്ന് സാർ അലറുന്നതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല സാറിന്റെ നെക്സ്റ്റ് എപ്പിസോഡും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ദ സെഷൻ. Thank you, sir. Thank you. സമയം സാർ സൂപ്പർ സെഷൻ. സാർ പാടിയ കവിത ഉണ്ടല്ലോ, ഞാനിന്ന് വലുതാകും അമ്മയെപ്പോലെയാകും. എന്റെ മോള് ചെറുപ്പത്തിൽ എന്നോട് എപ്പോഴും ചോദിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു അത്. സാർ എക്സലന്റ് സെഷൻ. താങ്ക് യു സാർ. ഇനിയും വരണം കേട്ടോ സാറേ. ഓക്കെ, ഇനിയും വരും സാർ, ഇനിയും വരും. മുഹമ്മദ് ഫറൂഖ് സാർ പെട്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ റൈസ് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. വിനോദ്. ഓക്കെ പറഞ്ഞോളൂ. മുഹമ്മദ്, എനിക്ക് കാണുന്നത് ഫറൂഖ് സാറാണ്, അതുകൊണ്ടാണ്. പറഞ്ഞോളൂ സാർ പറഞ്ഞോളൂ. ഞാൻ പറയാനാ? സാർ ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു സാർ, സൂപ്പർ ആയിരുന്നു. അതിലെനിക്ക് പ്രകൃതി വികൃതി സംസ്കൃതി എന്നുള്ളതാണ് എനിക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. കാരണം നമ്മളൊക്കെ ഇതിൽ പലരും ട്രെയിനേഴ്സ് ആണ്. നമ്മൾ പാരന്റിങ് ക്ലാസ്സിലൊക്കെ പറയുന്ന വേറൊരു ചെറിയൊരു ഒരു കവിത ഞാൻ പറയാം, കാരണം നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമല്ലോ. പ്രകൃതി കൊണ്ടൊരു വികൃതി, ആ വികൃതി കൊണ്ടൊരു പ്രകൃതം, ആ പ്രകൃതം തന്നെ വികൃതം, ആ വികൃതമറിഞ്ഞാൽ സുഹൃതം. അതായത് പ്രകൃതി കൊണ്ടൊരു വികൃതി, ആ വികൃതി കൊണ്ടൊരു പ്രകൃതം, ആ പ്രകൃതം തന്നെ വികൃതം, ആ വികൃതമറിഞ്ഞാൽ സുഹൃതം. അതാണ് അവരുടെ കുട്ടികളുടെ അറിഞ്ഞാൽ സുഹൃതമാണ്. അതാണ്. ഓക്കെ, താങ്ക് യു സാർ. വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. താങ്ക് യു വിനോദ് സാർ. താങ്ക് യു വെരി മച്ച്. മുഹമ്മദ് ഫറൂഖ് സാർ റെഡിയാണോ? ഇല്ല, അദ്ദേഹം കൃഷിയിലാണെന്ന് തോന്നുന്നു. രഞ്ജിത്ത് സാർ പറഞ്ഞോളൂ. സാർ ഒന്നും പറയാനില്ല, വളരെ സൂപ്പർ ടോക്കായിരുന്നു സാർ. അതിലെ ആ കവിതയും പ്രാക്ടിക്കലായിട്ട് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ്, മീൻസ് അവരവരുടെ കാഴ്ചപ്പാടുകൾ വിവരിക്കുവാനുള്ള അവസരം തന്നതിലും നല്ല പലതരം കാഴ്ചപ്പാടുകൾ അറിയുവാനും കഴിഞ്ഞതിലും സന്തോഷിക്കുന്നു. താങ്ക് യു സർ.
താങ്ക് യു രഞ്ജിത്ത് സാർ, താങ്ക് യു ഓക്കെ വെരി സാർ. മച്ച്. ജ്യോതി മാം, പാലക്കാട് ജ്യോതി മാം പറഞ്ഞോളൂ. ഹലോ സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ എൻ്റെ മോനോട് എപ്പോഴും മുടി നീട്ടി വളർത്താൻ പറയും, പക്ഷെ അവന് ഇഷ്ടമല്ല. അവൻ എപ്പോഴും മുടി മിലിറ്ററി കട്ടിങ് മാതിരി കട്ട് ചെയ്തിട്ടേ വെക്കുള്ളൂ. പക്ഷെ മോള് നല്ല മുടിയുണ്ട്, അവൾക്ക് മുടി വെട്ടണം പറഞ്ഞിട്ട് ഇടയ്ക്ക് വെട്ടട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, നന്നായിട്ടുണ്ട്, മുടി വളർത്തിയെന്ന് പറഞ്ഞു. ഇപ്പൊ മോള് അമ്മ ഞാൻ ക്യാൻസർ പേഷ്യന്റിന് മുടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അപ്പൊ വെട്ടട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു അത് മാത്രമാണെങ്കിൽ വെട്ടിയാൽ മതി, ഇല്ലെങ്കിൽ വെട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ സാറിന്റെ സെഷൻ കേട്ടപ്പോ അതിൽ ഒരു തിരുത്തല്. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു ഓൾ. സഭയില്ലാത്തതുകൊണ്ട് സത്യം താങ്ക് യു. താങ്ക് യു ഓക്കെ സാർ. താങ്ക് യു ജ്യോതി മാം, താങ്ക് യു. മധു സാർ പറഞ്ഞോളൂ, ആലപ്പുഴ നിന്ന് മധു സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൊച്ചുകുട്ടികളുള്ള എല്ലാ രക്ഷിതാക്കളും അതുപോലെ തന്നെ പേരക്കുട്ടികളൊക്കെയുള്ള ഗ്രാൻഡ് പേരൻസും തീർച്ചയായും കേൾക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കുറെ കാര്യങ്ങളാണ് സാറ് പറഞ്ഞു തന്നത്. പിന്നെ ചില ആൾക്കാരെല്ലാം പറഞ്ഞതുപോലെ ഞാനും ഇത് കേൾക്കാനും അറിയാനും അല്പം വൈകിപ്പോയോ എന്നൊരു കുറ്റബോധം എനിക്കും ഉണ്ട്. ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. റീന മാം, റീന അരുണൻ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു സാർ പേരന്റിങ്ങിനെ കുറിച്ച്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ പേരൻസ് എന്ത് ഒരു ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മൾ കുട്ടികളെ കൂടി അതിൽ ഉൾപ്പെടുത്തി അവരുടെ അഭിപ്രായങ്ങളുടെ ചോദിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക പേഴ്സണാലിറ്റി ഉണ്ടാവും. അത്ര കൺഗ്രാജുലേഷൻ സാർ, നല്ലൊരു സെഷൻ ആയിരുന്നു. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു റീന മാം, താങ്ക് യു വെരി മച്ച്. ബേബി മാഷിനെ പറഞ്ഞോളൂ. ജേക്കബ് സാറെ വളരെ മനോഹരമായിരുന്നു. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എല്ലാം. ഏതായാലും വളരെ വിലപ്പെട്ട മൈൻഡ് ബ്ലോയിങ് സെഷൻ ആയിരുന്നു. ഒത്തിരി അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു ബേബി മാസ്റ്റർ. മുഹമ്മദ് ഫാറൂഖ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇപ്പോ. ഫാറൂഖ് സാർ, ഇല്ലെങ്കിൽ ഇനി ആരെങ്കിലും പറയാനുണ്ടോ ഫീഡ്ബാക്ക്? ഫാറൂഖ് സാറിന് ഇപ്പോഴല്ലേ വിളിക്കണുള്ളൂ? അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫാറൂഖ് സാർ കൃഷിയിലാണെന്നാണ് അഫ്സ മാഡം പറഞ്ഞത്. സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ മാമിന് ഓക്കെ ജേക്കബ് സാറേ, ഒത്തിരി നന്നായിരുന്നു ക്ലാസ്. കാരണം ഞങ്ങളൊക്കെ വിചാരിക്കുന്ന കുട്ടികൾ വലുതായി പോയി, കുറെ കൂടെ നേരത്തെ കേൾക്കേണ്ടിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്കൊരു ഇത് തോന്നുന്നത്, ആ സയന്റിസ്റ്റ് ആകാൻ പ്രാപ്തിയുള്ള ഒരു കുട്ടിയാണെന്ന് സാർ പറഞ്ഞല്ലോ, അതിന്റെ അമ്മ ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞു. എല്ലാ പേരൻസിനും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് SSLC ഒന്ന് നല്ല രീതിയിൽ പാസ്സാവുക എന്നുള്ളത്. നമ്മുടെ സിസ്റ്റത്തിൽ അതൊരു മാറ്റം വരുത്താൻ പറ്റിയായിരുന്നേ നല്ലതായിരുന്നു. കുട്ടികൾ കുറെ ഏബിൾ ആയിട്ടുള്ള മറ്റ് സാർ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളിലൊക്കെ കുട്ടി ഏബിൾ ആണ്, ചില സബ്ജക്റ്റുകൾ മാത്രം പറ്റുന്നില്ല. പക്ഷെ നമുക്ക് SSLCക്ക് അങ്ങനെയുണ്ടല്ലോ, ഇത്ര മാർക്ക് കിട്ടിയാലേ പാസ്സാകൂ എന്നുള്ളത് കൊണ്ട് എല്ലാ പേരൻസും അനുഭവിക്കുന്ന ഒരു വിഷമാണത്. അതുകൊണ്ട് അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക് യു സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പരാതി, ഒരു നിവേദനമൊക്കെ കൊടുക്കണം ഈ വിഷയത്തെ കുറിച്ച്. ഫാറൂഖ് സാർ പറഞ്ഞോളൂ. ജേക്കബ് സാർ വളരെ നല്ലൊരു സെഷനായിരുന്നു. കാലഘട്ടത്തിന്റെ അനിവാര്യതയെ എടുത്തു പറയുന്ന ഒരു സെഷനായിരുന്നു. സാറിലെ അധ്യാപകൻ പുറത്ത് ഞങ്ങൾക്ക് അത് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിഞ്ഞു, ഞങ്ങൾ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക്. ഇവിടെ സാറ് ഒരു സെഷൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഇന്ററാക്ഷൻ എന്ന രൂപത്തിലായതുകൊണ്ട് പെട്ടെന്ന് സമയം പോയതായിരുന്നു. ട്രെയിനിങ് സെഷനോട് അവസാനിച്ചു. അവിടെ റേഞ്ച് കുറവാന്ന് തോന്നുന്നു ഫാറൂഖ് സാർ. പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഇപ്പൊ ശ്രീജി ടീച്ചർ ഒന്ന് വെയിറ്റ്. ഫാറൂഖ് സാർ പറയൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഫാറൂഖ് സാർ കണ്ടിന്യൂ ചെയ്യട്ടെ? കണ്ടിന്യൂ ചെയ്യൂ വേഗം. സാറ് സാറിന്റെ സെക്ഷനിൽ മെയിനായിട്ടും ഇന്ററാക്ഷൻ ആയിരുന്നു. ഇന്ററാക്ഷനിൽ ഒന്ന് രണ്ട് ചർച്ചകളിൽ ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ് എന്നെ ഈ ഫീഡ്ബാക്കിലേക്ക് നിർബന്ധിതനാക്കിയത്. എന്റെ കുട്ടി ഏത് രൂപത്തിൽ മുടി വളർത്തിയിട്ട് പോയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു സന്ദേശം നൽകുന്നതാണ്. കാരണം ആ മുടിയും വേഷവും രീതിയും ഇപ്പോ വെസ്റ്റേൺ കൺട്രിയുടെ സംസ്കാരം എടുത്ത് വേസ്റ്റ് ആയിരുന്ന ഒരു സംസ്കാരമാക്കിയിട്ട് മാറ്റിയ ഒരു ഒരു ഏരിയയാണ് നമ്മുടെ കേരളത്തിൽ. ശരിക്കും വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറയുന്നത് വെസ്റ്റേൺസ് ഉപയോഗിക്കുന്നതിന് അവർക്കൊരു കൾച്ചർ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് ആണ്. ഒരു സഹയാത്രികനായ ഒരു കുട്ടി അവന്റെ പാൻറ്റൊക്കെ ആകെ മൊത്തം കീറിയിട്ടുണ്ട്. ശരിക്കും വേലി കൊളുത്തിയതിനേക്കാളും കഷ്ടം. ഞാൻ മോനോട് ചോദിച്ചു, എന്താ മോനിത്?
അവനക്കൊരു പ്രശ്നമേ ഇല്ല. ഒരു ഇന്നർ വസ്ത്രം പോലും അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടില്ല, കഴിയില്ലല്ലോ ഒരു ജീൻസ് പാന്റ്. അതൊന്നും നല്ലൊരു സംസ്കാരമായിട്ട് ഒരു മലയാളി അല്ലെങ്കിൽ സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ സംസ്കാരമായിട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ കുട്ടി മുടി വളർത്തുന്നത് സമൂഹത്തിലെ ഒരു 10-30 വരുന്ന ക്ലാസ്സിലേക്കാണ് എന്റെ കുട്ടിയെ മുടി വളർത്തി വിടുന്നത്. ഈ എന്റെ കുട്ടി മുടി വളർത്തുന്നത് എന്താണ്? പുകവലിക്കുന്ന ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ പിന്നിലോ അതല്ലെങ്കിൽ പുകയുടെ ഉള്ളിൽ ചേർക്കുന്ന പല ദ്രവ്യങ്ങളുണ്ടല്ലോ, അറിയാലോ, അതൊക്കെ വളർത്തുന്ന ഒരു രൂപത്തിലേക്ക് എന്റെ കുട്ടി പോകുമ്പോൾ മറ്റുള്ള കുട്ടികളും ആ മുടി വളർത്തുന്നവരുടെ രൂപത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ സംസ്കാരത്തിൽ വന്നുകൂടിയിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും അങ്ങനെ രക്ഷിതാക്കൾക്ക് ഉണ്ടെങ്കിൽ അത് മറ്റുള്ള കുട്ടികളെ തെറ്റായ രൂപത്തിലേക്ക് വളർത്താനുള്ള സാഹചര്യം ഒരുക്കുന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഓക്കെ, താങ്ക് യു. നല്ല സെഷനായിരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഓക്കെ സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. മുടി വളർത്തുന്നത് അതൊക്കെ ഓരോ കാഴ്ചപ്പാടുകളാണ്. നമ്മൾക്ക് വളരെ നല്ല നല്ല നേതാക്കന്മാരായ പന്ന്യൻ രവീന്ദ്രൻ, സിവിക് ചന്ദ്രൻ എന്ന എഴുത്തുകാരൻ, ജോൺ അബ്രഹാം എന്ന സംവിധായകൻ, ചട്ടമ്പി സ്വാമികൾ, OV വിജയൻ, കടമ്മിനിട്ട രാമകൃഷ്ണൻ, RP ഭാസ്കർ, അങ്ങനെ ഒരുപാട് ആളുകൾ മുടി വളർത്തുന്നുണ്ട്. അവരൊക്കെ നല്ല വ്യക്തിത്വങ്ങളായിരുന്നു. എന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. അത് അവർ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി ഫീഡ്ബാക്ക് ആരും ടീച്ചർ അവരൊന്നും ബിൽഡിങ്ങിന്റെ പിന്നിൽ കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ടോ ഇത്രമാത്രം കേരളത്തില് ഇത്രമാത്രം അഡിക്ഷൻ ആയിട്ടുള്ള ഒരു ലോകം സൃഷ്ടിച്ചവരല്ല. അവർക്ക് മാത്രം പുരുഷന്മാർ തന്നെയാണ്. പക്ഷെ ഈ ഒരു നമുക്ക് തെറ്റായ സന്ദേശം നൽകുന്നുണ്ട് സാർ. ഇതില് നമ്മള് സംവദിക്കാൻ പോയ ഈ ദിവസം തീയതി കേട്ടോ. അല്ല, സംവാദമല്ല, അത് നമ്മുടെ യാഥാസ്ഥിതിക കാഴ്ചപ്പാടാണ്. അതൊരു യാഥാസ്ഥിതിക കാഴ്ചപ്പാടാണ്. അല്ല, മുടി വളർന്നെല്ലാവരും അതില് പിടിവാശി വേണ്ട. റോബർട്ട് ബാജിയൊക്കെ നല്ല നല്ല പ്ലെയറാണ്. റോബർട്ട് ബാജിയോ, അയാൾക്ക് മുടി ഉണ്ടായിരുന്നു. നമുക്ക് രവീന്ദ്രൻ മനോജ് സാറേ ഇടപെട്ടോളൂ. നമുക്ക് സെഷന്റെ ഫീഡ്ബാക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ശേഷം തർക്കങ്ങളൊക്കെ ആവാം, ഒരു പ്രശ്നമില്ല. പക്ഷെ എന്റെ മകൻ മുടി വളർത്തിയാൽ എന്റെ മകൻ ഒരു കഞ്ചാവ് വഹിക്കുന്ന ആളാണെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവോ ഇല്ലേ എന്ന് സ്വയം ആലോചിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വിസ് മത്സരമാണ്. ക്വിസ് മത്സരത്തിലേക്ക് എല്ലാ ദിവസവും ജേക്കബ് സാർ ഒരു ചോദ്യം ചോദിക്കും. അതിന്റെ ആൻസർ ചാറ്റ് ബോക്സിലൂടെയാണ് എഴുതേണ്ടത്. ചാറ്റ് ബോക്സിലൂടെ വരുന്ന ഓരോ ആൻസറിലും ഏറ്റവും റൈറ്റ് ആൻസറിന് ഒരു 100 പോയിന്റ് കിട്ടും. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വിന്നർ നമ്മുടെ മുരളിയേട്ടനാണ്. നിങ്ങളുടെ നാട്ടുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട ഗായകനായ മുരളിയേട്ടനാണ് 100 പോയിന്റ് നേടി വിന്നറായി നിൽക്കുന്നത്. ഓരോ ചോദ്യങ്ങളും 100 പോയിന്റ് ആണ് ലഭിക്കുന്നത് ഓരോ പാർട്ടിസിപ്പൻസിനും. അതുകൂടാതെ ഒരാഴ്ച ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ആൾ, അവരാണ് സ്റ്റാർ ഓഫ് ദ വീക്ക്. ഇവരുടെയൊക്കെ മനോഹരമായ പോസ്റ്ററുകൾ നമ്മൾ ഇറക്കുന്നുണ്ട്. അത് എല്ലായിടത്തും, കേരളം, മലേഷ്യ, US, UAE, ഒമാൻ, എല്ലായിടത്തേക്കും സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഒറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ വളരെ പ്രശസ്തി നേടാനുള്ള അവസരമാണത്. അപ്പോൾ ആൻസർ നമുക്ക് ചാറ്റ് ബോക്സിലൂടെ മാത്രം മതി. ചിരി, ചിന്ത, വിജ്ഞാനം, എല്ലാ വിഷയങ്ങളെ കുറിച്ചും ചോദിക്കാം. ചിലപ്പോ വളരെ സിമ്പിളായിട്ട് സാറ് ഇന്ന് ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. സാറ് കണ്ണട വെച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ചോദിക്കാം. എന്ത് ചോദ്യങ്ങളും ആവാം, അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. ഏറ്റവും ആദ്യം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഉത്തരം നൽകുന്ന ആളാണ് വിന്നർ ആവുന്നത്. അപ്പൊ ഇന്നത്തെ ചോദ്യം ഹലോ, ഞാൻ ചോദിക്കണോ സാറേ? അല്ല, വേണ്ട, ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ എല്ലാ ദിവസവും ഒരു ക്വിസ് മാസ്റ്റർ ഉണ്ടാവും, ചോദിക്കും. സാറിന് വേണമെങ്കിൽ പങ്കെടുക്കാം. ചാറ്റ് ബോക്സിലൂടെ ചോദ്യങ്ങൾ സാറിന് കാണാം. അതിന്റെ ഉത്തരം ചാറ്റ് ബോക്സിലൂടെ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന് ചിലപ്പോ 1, 2, 3 ഉത്തരങ്ങൾ വരും. പക്ഷെ അതിൽ ഏറ്റവും നല്ല ഉത്തരമാണ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ഓഡിയൻസിന്റെ അഭിപ്രായം കൂടെ ഞാൻ നോക്കുന്നതാണ്. അപ്പൊ ചാറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ ചോദ്യം വന്നു കഴിഞ്ഞു.
ഈ വരുന്ന കർക്കിടക 30 എന്ന ദിവസത്തിന് അന്നത്തെ ഇംഗ്ലീഷ് ഡേറ്റുമായി ബന്ധിപ്പിക്കുമ്പോൾ എന്താണ് പ്രത്യേകത? പല ഉത്തരങ്ങളും വരാം. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. യു ക്യാൻ സ്റ്റാർട്ട് നൗ. ഓ വാ, വെരി ഗുഡ്. ഒരു ആൻസർ വന്നു കഴിഞ്ഞു. റൈറ്റ് ഓർ റോങ്, ഐ ഡോണ്ട് നോ. ബേബി മാനോത്ത് 30. 30 അല്ല, അതിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് മാഷ്. മാഷ് ചോദ്യം മുഴുവൻ വായിക്കുന്നില്ല പലപ്പോഴും ബേബി മാഷോട്. മുരളി ഫ്രീഡം ഡേ, മല്ലിക ഇൻഡിപെൻഡൻസ് ഡേ, അരുൺ ദേവ് ആഗസ്റ്റ് 15. ഓക്കെ, പ്രത്യേകതകളാണ്. പലർക്കും പല പ്രത്യേകതകളാണ് കാണുന്നത്. ഇനിയും ആൻസർ ഉണ്ടെങ്കിൽ പോന്നോട്ടെ. ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യ ഉദയൻ, സ്വാതന്ത്ര്യ ദിനം വിനോദ് സർ, ഗീതാബായ് ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, ഇനിയുണ്ടോ ആൻസർ? നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ റൈറ്റ് ആൻസർ വിവോ 1935 ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഈ വരുന്ന 30-ാം തീയതി ആഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അതാണ് ഈ ചോദ്യം. ഓക്കെ, അപ്പോ ഇത് ആരാണ് വിവോ 1935? സോറി മീൻസ് റീച്ചിന. അപ്പോ സാറിന്റെ നാട്ടുകാരിയായ ശ്രീജന ടീച്ചറാണ് ഇന്നത്തെ വിന്നർ. കൺഗ്രാജുലേഷൻസ് ടീച്ചർ. ഓക്കെ, അപ്പൊ നമ്മൾ വോട്ട് ഓഫ് താങ്ക്സ് അപ്പൊ ശ്രീജന ടീച്ചറാണ് പറയേണ്ടത്. ഇപ്പോഴത്തെ പുതിയ റൂൾ അങ്ങനെയാണ്. ഞാൻ ട്രെയിനിങ് ചെയർമാൻ ആയിരിക്കുമ്പോ ആരാണോ ക്വിസ് മത്സരത്തില് ആ സമ്മാനം നേടുന്നത് അവരാണ് വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ടത്. അപ്പൊ ടീച്ചർക്ക് എല്ലാവരുടെ പേരും നന്നായിട്ട് അറിയാം. എല്ലാവരുടെ പേര് പറഞ്ഞില്ലെങ്കിലും ട്രെയിനറുടെ പേര് പറഞ്ഞ് വോട്ട് ഓഫ് താങ്ക്സ് അവസാനിപ്പിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു ചെയർമാൻ. താങ്ക് യു ഫോർ ദി പ്രിവിലേജ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും നന്നായി. കാരണം താങ്ക് ടീച്ചർക്ക് ഫീഡ്ബാക്ക് പറയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും വലിയൊരു അവസരമായി മാറിയല്ലോ. താങ്ക് യു, വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ നന്നായി. എനിവേ ഓക്കെ, താങ്ക് യു ചെയർമാൻ ഫോർ ദി പ്രിവിലേജ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫ്ലോർ 958-ാമത്തെ ദിവസം വളരെ മനോഹരമായി ചെയർ ചെയ്ത നമ്മുടെ മനോജ് സാറിന് പ്രത്യേകം ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. കൂടാതെ ക്വിസ് മാസ്റ്ററും കൂടിയാണ്. ആ നന്ദിയും കൂടി കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഒരു പ്രിവിലേജ് എന്ന് എനിക്കിത് ചെയ്യുന്ന സമയത്ത് പറയാൻ പറ്റിയില്ലല്ലോ. ജഗത് സാറെ കുറിച്ച് 2 വാക്ക് പറയാൻ എനിക്ക് അവസരം കിട്ടിയില്ല. അപ്പോഴേക്കും സാധനം കയ്യിൽ നിന്ന് പോയി എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സ്റ്റാർ ഓഫ് ദി ഡേ ആയതിൽ എനിക്ക് പറയാൻ അവസരം തന്നതിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട്, ജേക്കബ് സാറെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് ശരിക്കും 6 days ആണ്. അതായത് പ്രീ സെറ്റ് TWSനും അതുപോലെ തന്നെ സെറ്റ് TWSന്റെ ഒക്കേഷനിലുമാണ്. അപ്പൊ ആ പ്രീ സെറ്റ് TWSന് കണ്ട സാറ് ആണ് എന്താ പറയാ, ഒരു ഹൃദയത്തിൽ നിന്നുള്ള വേണമെങ്കിൽ പൂച്ചെട്ടുകൾ കൊടുക്കാൻ. കാരണം ഇത്രയും ഒരു നല്ലൊരു പേഴ്സണാലിറ്റി, അതേപോലെ തന്നെ എന്താ പറയാ, ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം സാറ് ഈ ഒരു പ്രകൃതി സംസ്കൃതി അത് തന്നെയാണ് സാറ് ഒരു എന്താ പറയാ, ഒരു ജീവിതം എന്ന് പറയുന്നത് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ചീവായിട്ട് എമ്മാതിരി അഭിനയാന്നറിയോ, അത് നിങ്ങൾ ആരും കാണാഞ്ഞിട്ടാണ്. അടിപൊളിയാണ്. എന്ത് സാധനം കൊടുത്താലും അത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാന് സാറ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ ഫ്ലോറില്. അപ്പൊ അതുകൊണ്ട് സാറ് ഒരുപാട്, കാരണം നാടക അഭിനയക്കാരനൊക്കെയാണ് എങ്കിലും നമ്മളെയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സാർ അവിടെ വർത്തിക്കുന്നത് ശരിക്കും അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം എല്ലാ ഗ്രൂപ്പിന്റെയും ഒരു പരീക്ഷണ വസ്തു സാറ് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ സാർക്ക് വേണ്ടിയിട്ട് 2 വാക്ക് പറയാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം അന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു അവസരം, പിന്നെ ഇന്ന് സാർക്ക് കൊടുത്ത അഭിനന്ദനങ്ങളും സാറ് നെക്സ്റ്റ് എപ്പിസോഡ് ഇവിടെ വേണമെന്ന് പറഞ്ഞതും എനിക്കും കൂടി അഭിനന്ദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാല് സാറ് ഇന്ന് ഉസ്മാൻ സാറോട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഉസ്മാൻ സാറാണ് ഇന്നേക്ക് സാർക്ക് ഒരു ക്ലാസ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പൊ സാറ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതും എനിക്ക് ഹാപ്പി തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ ഈ ഫ്ലോറിൽ സാർ എന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു അവസരം തന്നതിന് സാർക്ക് പ്രത്യേകം നന്ദി. സാർ ഇനി വരിക. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മുടെ കോഫൗണ്ടർ ഹിഷാം സാറെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. എനിക്കൊരു വേദി തന്നതും ഈ ഒരു കോഫി ടോക്കിന് ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയതും സാറ് തന്നെയാണ്. ഇപ്പൊ സാറ് പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ കോർഡിനേറ്ററായ ശ്രീജിത്ത് സാർ ഉണ്ട്, അതേപോലെ തന്നെ മുജീദ് സാറ്, ഇവരോടൊക്കെ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. കൂടാതെ നമ്മളെ 2 എല്ലോ പ്രസിഡന്റ്മാരുണ്ട്, ദിദിനും ജസ്നയോ, ആ പേരിനോട് വിട്ടുപോയി. അവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. കാരണം സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നതിന്. കൂടാതെ നമ്മുടെ ഈ പോസ്റ്റർ എന്നും മനോഹരമാക്കി തരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഉസ്മാൻ സാറാണ്. ഉസ്മാൻ സാർക്ക് നന്ദി അറിയിച്ചു കൊള്ളുകയാണ്.
പിന്നെ ആരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൂടാതെ നമ്മുടെ ഈ ഒരു ഫോറിന് ഇന്ന് ഹെമ മാമിന്റെ ഒരു മെസ്സേജ് കണ്ടിരുന്നു, അതായത് ഇതിൽ കയറി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫ്ലോറിന് മനോഹരമാക്കി തരുന്നതും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ട്രെയിനേഴ്സ് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോഴേക്കും അത് ഓപ്പൺ ചെയ്ത് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തരുന്നതും നമ്മുടെ പാർട്ടിസിപ്പൻസ് തന്നെയാണ്. അപ്പൊ അവരോട് എന്തായാലും പ്രത്യേകം നന്ദി പറയുകയാണ്. കൂടാതെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീജന സീസിനെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ലവ് യു ഓൾ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒരു മിനിറ്റ്, നമ്മുടെ അസീസ് സാറിന്റെ മെസ്സേജ് ഉണ്ടോന്ന് നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഈ വെൽക്കം പറഞ്ഞ ആൾക്കാരെ നന്ദി പറയാം. ആ മെസ്സേജ് ഒന്ന് വായിച്ചോട്ടെ. വളരുന്ന മക്കൾക്ക് തളരാത്ത പിന്തുണയേകുക, തളയിട്ട് പൂട്ടാതെ ഇളം ചിന്തകൾക്ക് വളമിട്ടുകൊള്ളുക. മുളയിലേ നുള്ളരുത് കതിരുകൾ, കാലമൽപ്പം കഴിഞ്ഞാൽ തരും അവർ വിളവുകൾ. മുടി ചൂടിയാലും ജടയാവാതിരിക്കട്ടെ, മലമടക്കുകൾ ചാടിക്കടക്കുവാൻ മിടുക്കരായി മാറട്ടെ. ഇത്തരം മേത്തരം മൊഴിമുത്തുകളേകിയ ജേക്കബ് സാറിന് ഹൃദയപൂർവ്വം നന്ദി. സ്നേഹപൂർവ്വം അസീസ് വിളംബരം, JCI കോട്ടക്കൽ. സാർ കേട്ടില്ലേ അത്? കേട്ടു. ഇതിനും ഇത് ഞങ്ങളുടെ അസീസ് അദ്ദേഹം എല്ലാ ദിവസവും ഇതുപോലെ ഒരു മെസ്സേജ് ട്രെയിനേഴ്സിന് കൊടുക്കാറുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ മെസ്സേജ്. ഒരു നിമിഷ കവി തന്നെയാണ്. കുഞ്ഞുണ്ണി മാഷ്ക്ക് ശേഷം കോട്ടക്കലിൽ നിന്ന് ജന്മം കൊണ്ട ഒരു കവി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിനും എല്ലാ ആശംസകളും. അദ്ദേഹത്തിന്റെ മകള് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്റ്റോറി ടെല്ലിങ്ങിൽ, സ്റ്റോറി റൈറ്റിംഗിൽ സ്റ്റേറ്റ് വിന്നറാണ്. സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ നിരവധി സമ്മാനങ്ങൾ നേടിയ അദ്ദേഹത്തിന്റെ മകൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എനിക്ക് പറയാനുള്ളത്, പരാജയപ്പെടുമ്പോഴോ അച്ഛനമ്മമാരെ ഭയപ്പെടുന്നതിന് പകരം അവർക്ക് വേണ്ടി ആദ്യം ഓടിയെത്താനുള്ള സുരക്ഷിത താവളമായിരിക്കണം മാതാപിതാക്കൾ. കുട്ടിയുടെ പരാജയത്തിന് അവരെ ശകാരിക്കുന്നതിന് പകരം എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ശരിയായി അന്വേഷിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടിയെ ഒറ്റപ്പെടുത്താതെ നമുക്കിത് ഒരുമിച്ച് ശരിയാക്കാം എന്നൊരു ഉറപ്പ് നൽകുന്നതാണ് ശരിയായ പാരന്റിങ് എന്നാണ് നമ്മളുടെ ജേക്കബ് സാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോഫി ടോക്ക് 7 AM ട്രെയിനിങ് പ്രോഗ്രാം ഹോസ്റ്റഡ് ബൈ JCI, നിലമ്പൂർ ഗോൾഡൻ വാലി, ഡഫോഡിൽസ് ആൻഡ് വളാഞ്ചേരി റോയൽസ് അഡ്ജന്റ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് പ്രസൻസ്. താങ്ക് യു. മനോജ് സാറേ, അസീസ് സാറിന് ഒരു വലിയൊരു സല്യൂട്ട്. സൂപ്പർ കവിത. ഇതിലുണ്ടെങ്കിൽ ആ മെസ്സേജ് ഒന്ന് നമ്മളെ കോഫി ടോക്കിൽ ഇടണേ പ്ലീസ്. അതൊക്കെ എപ്പോഴേ ഇട്ട് കഴിഞ്ഞു.